ഹല്ലേലൂയ. അല്പനേരം കൂടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഋഗബാറബല. അല്പനേരം മനഃപൂർവ്വമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഋഗബല ബൗഡബ ഋഗബാറബല. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവ സ്നേഹത്തിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഋഗബാ റഗഡ ഋഗബാ റബല ഋഗഡ ഋഗദ ഋഗബല ബൗഷബ ഋഗബല ഘടക ഋഗദ ഋഗബല ഘടക റവന ഋഗദ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് അങ്ങയുടെ മഹത്വം വെളിപ്പെടുന്ന രാത്രിയായി മാറുവാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഋഗബാ റബല ഋഗഡ ഋഗബാ റബല. ഓ ഋഗബ ശബ്ദമന. നിങ്ങൾ ഏത് വിഷയത്തോടെ ആമേൻ, ആമേൻ, ആമേൻ ഇന്ന് ഈ മുറിക്കുള്ളിൽ വന്നുവോ, ഹല്ലേലൂയ, ഇന്ന് ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി ലഭിക്കത്തക്ക രീതി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ഋഗബാ റഗഡ റമന ഋഗഡ ഋബല ശബ്ദനദ. ഓ ശഖേന യറഗഡ ഋഗബല ബൗഷബ ഋഗബല ബൗഡ അടഗ റമന ഋഗബല ഘടക ഋഗഡ ഋഗഡ. ഓ കുഞ്ഞുങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഋബല ഋഗബല ഘടക ഋഗഡ ഋബല ഋഗബ ഋബല ഋഗബ അതുനാജ ഗഡാജല ബൗഡ ഋഗദ ഋഗബ ഋബല ഋഗഡ ഋഗബല ബൗഷബ ഋഗബല ബൗഡ ഋഗദ ഋഗബ ഋഗബ ഋബല ഋഗബല ബൗഡബ ഋഖമനാചബല. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്യഭാഷയിൽ കർത്താവേ ഹല്ലേലൂയ അങ്ങേ ഇന്ന് സ്തുതിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ യൗവനക്കാർ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ അന്യഭാഷകളിൽ കർത്താവേ സ്തുതിക്കട്ടെ കർത്താവേ. ഇന്നൊരു അത്ഭുതം ഞങ്ങൾക്ക് കാണണം കർത്താവേ. ഹല്ലേലൂയ. ഋഗഡ റമനം ശമന ഘടാതി നിത്യനിക അടക റബല. ഞങ്ങളുടെ യൗവനക്കാർ 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 യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിറയട്ടെ പരിശുദ്ധാത്മാവിനാൽ. ആമേൻ, ആമേൻ. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ആമേൻ, ആമേൻ, ആമേൻ ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി നൽകാമെന്ന് പറഞ്ഞ ദൈവമേ കർത്താവേ. റുബല ഋഗഡ ഋഗഡ റുബല. ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയൊരു കവിഞ്ഞൊഴുക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഋഗബല ഉഷ ആരാധിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. ആരും മൗനമായി നിൽക്കാതെ ആമേൻ, 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 ആമേൻ. കരങ്ങൾക്ക് ബലം തന്ന യേശു ക്രിസ്തുവിനെ ആമേൻ, ആമേൻ, ആമേൻ. അധരങ്ങൾക്ക് ആമേൻ ബലം നൽകിയ ആമേൻ ആ യേശു ക്രിസ്തുവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഋഗബല വറബല ഘടക ഋഗഡ ഋഗബ ഋഗഡ ഋഗബ ഋഗബ റവന ഋഗഡ. കുഞ്ഞുങ്ങൾ ആരും കണ്ണു തുറന്ന് നിൽക്കാതെ ആമേൻ, ആമേൻ. ഋഗബല ഉഷ ഋഗദ ഋഗഡ ഋഗബ റബല ഋഗഡ ഋഗബല ഘടകമനംതെ ഓറ ബൗഡ ഘടക ബൗഡ റബല ഋഗഡ. ആമേൻ, 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 ആമേൻ. റുബല ഋഗഡ റബല ഋഗഡ് ഖൗഡബ അത്തുനാ ജഗഡ റബല ഋഗബല ഘടക ഋഗബ റബല ഋഗഡ ഋഗദ. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് അത്ഭുതം നടക്കട്ടെ കർത്താവേ. രോഗികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ കെട്ടുകൾ പൊട്ടുന്ന രാത്രിയായി മാറട്ടെ കർത്താവ്. പൗരോഹിത്യ ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ റുബല റഗഡ റമന റഗഡ റിക്കമംശമംതനദ അതുര ബൗഡ റബല റഗഡ ഋഗബൽ കൗഡേ രീബല ചനാ ദിരീക്ഷഖടഗേ അതുനാ റബ റബ റുബല റഗഡ. ആമേൻ, 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 ആമേൻ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവ്. ആമേൻ, 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 ആമേൻ. നുകങ്ങളെ തകർക്കുന്ന രാത്രിയായി യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇന്ന് നുകം തകർക്കപ്പെടുന്ന രാത്രിയായി തീരട്ടെ കർത്താവേ. അതുര റബല ഘടക റബല ഋഗബ റമന ഋഗഡ. കർത്താവേ ഹല്ലേലൂയ. ഋഗബല ഉഷ ഋഗബ റബല ഋഗബ റമന ഓദനാദന ഋഗബ റബല ഋഗഡ ഋഗബല ബൗഡ. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഋഗബല ഉഷ ഋഗബ റബല അതുര റബല ഋഗഡ ഋഗഡ ഋഗബ ഋഗബ ഋഗഡ ഋഗബല ബൗഡ ഋഗദ. ഓ നിരാശ മാറുന്ന രാത്രിയാ ഋബല ഋബല ശബ്ദനദ ഋബല ഋഗ ഋബ ഋബല റബല ഋഗബല ബൗഡ. ഓ മുമ്പോട്ട് എങ്ങനെയെന്ന് ആമേൻ, 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 ആമേൻ. ഭാരപ്പെട്ട് വന്നിരിക്കുന്നവരുടെ ദൈവ സാന്നിധ്യം സമാധാനം ഇറങ്ങട്ടെ കർത്താവ്. സ്വർഗീയ പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കടന്നു വരുന്നു കർത്താവ്. കർത്താവേ, വലിയൊരു ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണപ്പാ. കർത്താവേ, അങ്ങയുടെ അഭിഷേകം കർത്താവേ പരിശുദ്ധാത്മാവേ അങ്ങ് ഇവിടെ ഇറങ്ങി വരുന്നതിന് എന്തെങ്കിലും തടസ്സം ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ നോട്ടത്തിൽ അപ്പാ, ഞങ്ങളുടെ സംസാരത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ആഗ്രഹത്തിൽ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഉണ്ട് എങ്കിൽ അപ്പാ ഞങ്ങളെ ഇന്നൊന്ന് കഴുകുമാറാകണമേ കർത്താവേ. അങ്ങയുടെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണപ്പാ
കർത്താവെ, ഞങ്ങൾ വെറും പൊടിയെന്ന് അങ്ങ് ഓർക്കണമപ്പ. കർത്താവെ, അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചതാണ് അങ്ങ് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഇന്ന് ഞങ്ങൾക്കൊരു അത്ഭുതം കാണണം. കർത്താവ്, ഇന്ന് ഞങ്ങൾക്ക് ഹൃദയം തുറന്നൊന്ന് എൻ്റെ അപ്പച്ചനെ ആരാധിക്കണമപ്പ. ഓ കർത്താവേ, അതെ അപ്പച്ച, ഹൃദയം തുറന്നൊന്ന് ആമേൻ ആമേൻ നൃത്തം ചെയ്ത് ദാവീദ് അങ്ങയുടെ സന്നിധിയിൽ എങ്ങനെ ആരാധിച്ചു അതുപോലെ ഞങ്ങൾക്കൊന്ന് ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊയറിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സൗണ്ട് സിസ്റ്റത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ആമേൻ ആമേൻ ആമേൻ. എല്ലാം ചന്തവും ഉചിതവുമായി കർത്താവെ ഏറ്റവും നന്നായി കർത്താവെ അങ്ങ് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക് കർത്താവ് ഇവിടെ ആയിരിക്കും ഓരോരുത്തരുടെ മേൽ കർത്താവെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, സകലതും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഏകാഗ്ര ഹൃദയത്തോടെ ഐക്യതയോടെ കർത്താവിനെ ആരാധിക്കുവാൻ, ഒരു മനസ്സോടെ ഒരാത്മാവിൽ ആരാധിക്കുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓ ആര് വലിയവനെന്ന് കാണിക്കുവാനല്ല അപ്പച്ച, കർത്താവേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം എന്ന് വിളിച്ചു പറയുവാൻ കർത്താവ് ഒരു പുതിയ കൃപ ഞങ്ങൾക്ക് വേണം അപ്പച്ച. പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവെ, സഹായിച്ചാട്ടെ, ശക്തീകരിച്ചാട്ടെ. സകല മാനവും മഹത്വം അങ്ങെടുക്കട്ടെ ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് ചില പാട്ടുകൾ പാടി നമുക്ക് ആമേൻ ദൈവത്തെ ആരാധിക്കാം.
എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവൻ തരുന്നില്ല. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകയില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവൻ തരുന്നില്ല. എന്നെ മുഴുവൻ തരുന്നില്ല. എന്നെ മുഴുവൻ തരുന്നില്ല. Hallelujah, 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 hallelujah. Most of the time we are always there to love God. Hallelujah, hallelujah. We're always there, hallelujah. But we always forget that all of that we've earned, we haven't earned it ourselves. The fact that we are standing here, it's not because of us. The 2 legs that we have, it's because of the grace of God. Hallelujah. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. That's true. God is the one who's made us stand. Hallelujah. He's carried us. Hallelujah. And we're going to submit ourselves. We're going to surrender ourselves. And we're going to worship Him with the hands that He's given us. Amen. Hallelujah. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയ
സ്തോത്രം. ഇത്രത്തോളം സ്നേഹം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടന്നേ തിരുവിധം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടന്നേ തിരുവിധം പോ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. ദൈവ കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ 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 പേർ ചൊല്ലി വിളിച്ചതും ദൈവ കൃപയാൽ. വലിയവനാക്കിയതും ദൈവ കൃപയാൽ. പേർ ചൊല്ലി വിളിച്ചതും ദൈവ കൃപയാൽ. വലിയവനാക്കിയതും ദൈവ കൃപയാൽ. കൃപയാൽ 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 നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കെട്ടുകളെ അഴിച്ചതും ദൈവ കൃപയാൽ. ഒലിവുകൾ മാറ്റിയതും ദൈവ കൃപയാൽ. കെട്ടുകളെ അഴിച്ചതും ദൈവ കൃപയാൽ. ഒലിവുകൾ മാറ്റിയതും ദൈവ കൃപയാൽ. കൃപയാൽ 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 നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. നീതിമാനെ മാറ്റിയതും ദൈവ കൃപയാൽ. നിത്യജീവൻ നൽകിയതും ദൈവ കൃപയാൽ. നീതിമാനെ മാറ്റിയതും ദൈവ കൃപയാൽ. നിത്യജീവൻ നൽകിയതും ദൈവ കൃപയാൽ. കൃപയാൽ 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 നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. കഷ്ടങ്ങളെ നീക്കിയതും ദൈവ കൃപയാൽ. വരങ്ങളെ നൽകിയതും ദൈവ കൃപയാൽ. കഷ്ടങ്ങളെ നീക്കിയതും ദൈവ കൃപയാൽ. വരങ്ങളെ നൽകിയതും ദൈവ കൃപയാൽ. കൃപയാൽ 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 നിലനിൽക്കുമേ. ദൈവ കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ. ദൈവ കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ 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 ദൈവ കൃപയാൽ.
Hallelujah, കൃപയാൽ നിലനിൽക്കുന്നു. Hallelujah. ദൈവത്തിന്റെ ഹല്ലേലൂയ അവന്റെ കൃപ കൊണ്ട് മാത്രമാണ് അവൻ നിൽക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, അവന്റെ ഒറ്റ കൃപ കൊണ്ട്. ഹല്ലേലൂയ എത്ര പേർക്ക് പറയാൻ കഴിയും ഹല്ലേലൂയ അവന്റെ കൃപ കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ നശിച്ചു പോകാതെ നമ്മളെ ഹല്ലേലൂയ വീണ്ടെടുത്ത ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് വീണ്ടും സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ അവനെ പോലെ ആരുമില്ല. ഹല്ലേലൂയ 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 നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ആയിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ചേർന്ന ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഒരിക്കൽ കൂടി ചേർന്ന വരികൾ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ
നീതിമാനായി മാറ്റിയതും ദൈവകൃപയാ കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ ദൈവകൃപയാൽ നിലനിൽക്കുമേ ചെറുത് പാടിയാട്ടെ കൃപയാൽ നിലനിൽക്കുമേ ദൈവകൃപയാൽ നിലനിൽക്കുമേ കൃപയാ 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 എത്ര പേർക്ക് പറയാൻ കൃപയാ 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 നിലനിൽക്കുമേ ദൈവകൃപയാ നിലനിൽക്കുമേ കൃപയാ നിലനിൽക്കുമേ ദൈവകൃപയാ നിലനിൽക്കുമേ പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ വലിയവരാക്കിയതും ദൈവകൃപയാ പേര് ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ വലിയവരാക്കിയതും ദൈവകൃപയാ കൃപയാ 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 കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാ മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാ കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയാ മുറിവുകൾ മാറ്റിയതും ദൈവകൃപയാ കൃപയാ 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 ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചതിനെ ആയതാണ്. ഹല്ലേലൂയ. കണ്ണുകളെ അടച്ചുകൊണ്ട് ആമേൻ ദൈവത്തോടൊന്ന് പറഞ്ഞേ, അപ്പച്ചാ അങ്ങയുടെ കൃപയാണ്, അപ്പച്ചാ അങ്ങയുടെ കൃപയാണ് ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ആ പാട്ട് പാടിയതുപോലെ ഒന്ന് പറയാമോ? ഹല്ലേലൂയ. അപ്പച്ചാ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്ന അങ്ങയുടെ കൃപയാണ്. കർത്താവേ കർത്താവേ ഞങ്ങൾ ഇതുവരെ എത്തിയത്, കർത്താവേ ഞങ്ങൾ ഇതുവരെ നിലനിന്നത് കർത്താവേ അങ്ങയുടെ കൃപയാലാണ്. ഞങ്ങളുടെ യൗവനൊക്കെ താമേ നശിച്ചു പോകാതെ ഇന്നും ഇവിടെ ആയിരിക്കുന്ന അങ്ങയുടെ കൃപയാലാണ്. ഒന്ന് പറഞ്ഞേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ആമേൻ 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 ആമേൻ. യെസ് ലോർഡ്. അപ്പാ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി കർത്താവേ. കർത്താവേ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി കർത്താവേ. അപ്പാ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി കർത്താവേ. കർത്താവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. കെട്ടുകളെ അഴിച്ചതും ദൈവകൃപയിൽ കർത്താവേ ഞങ്ങളെ ആമേൻ ആമേൻ മുറിവുകൾ കെട്ടിയത് അപ്പാ ഹല്ലേലൂയ. ആമേൻ ആമേൻ കുപ്പത്തൊട്ടിയിൽ കിടന്ന ഞങ്ങളെ അപ്പാ ഓരോ ദിവസവും ചെളിയിൽ താന്നു പോയിക്കൊണ്ടിരുന്ന ഞങ്ങളെ കർത്താവേ ഇവിടെ നിർത്തിയതും അങ്ങയുടെ കൃപയാലാണപ്പാ. പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നത് കർത്താവേ. കർത്താവേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി കർത്താവേ. ഒരു ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി നന്ദി കർത്താവേ. അതേ അപ്പച്ചാ ഞങ്ങൾ കൃപയാലെന്ന് പറയുമ്പോൾ കർത്താവേ അദൃശ്യ മണ്ഡലത്തിൽ കർത്താവേ ചിലത് സംഭവിക്കുന്നതിനായി നന്ദി കർത്താവേ. ചില കെട്ടുകൾ പൊട്ടുന്നതിനായി നന്ദി കർത്താവേ. ചില കെട്ടുകൾ പൊട്ടുന്നതിനായി ആമേൻ 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 നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ഓ ഏൽപ്പിക്കുന്നു കർത്താവ്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നതിനായി നന്ദി കർത്താവ്. ചില മുറിവുകൾ അപ്പാ, ചില നാളുകളായിട്ടുള്ള മുറിവുകൾ കർത്താവെ, ചിലരോടുള്ള പകയെല്ലാം ഇന്ന് കരിഞ്ഞുണങ്ങുന്നതിനായി നന്ദി കർത്താവ്. പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. സഹായിച്ചാട്ടെ കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയതിനായി നന്ദി കർത്താവ്. പിന്നെ ദൈവസന്നിധി അപ്പാ ആയിരിക്കട്ടെ. ഫലപ്പെടുത്തിയാട്ടെ കർത്താവ്.
ശക്തീകരിച്ചാട്ടെ കർത്താവ്. സകല മാനവും മഹത്വവും എടുക്കണം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എത്രത്തോളം ദൈവം നമ്മളെ നടത്തിയതിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ ആരാധനയ്ക്കായി കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരെയും പേരുപേരായി ആമേൻ ഹല്ലേലൂയ ക്രിസ്തുയേശുവിലുള്ള വന്ദനത്തെ ചൊല്ലുന്നു. ഹല്ലേലൂയ. ഓരോരുത്തരെയും ദൈവം ധാരാളമായിട്ട് തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഇന്നും നമ്മുടെ ആമേൻ ഇടയിൽ ഹല്ലേലൂയ ദൈവദാസൻ പാസ്റ്റർ ലളിതർ ഉണ്ട്. ആമേൻ ഇന്ന് നമ്മളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇടപെടേണ്ടതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഒരു മാനുഷിക ശബ്ദമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആമേൻ ആ സ്വരം കേൾക്കുവാൻ നമ്മളായിരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ നമ്മളോട് ദൈവം സംസാരിക്കേണ്ടതിന് ഏത് വിഷയത്തിലൂടെ കടന്നു പോകുന്നവരായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകൾ അടച്ചാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ ദൈവമേ ഞങ്ങളോടൊന്ന് സംസാരിക്കുമാറാകണം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ കർത്താവേ മറ്റാരെക്കാളും നന്നായി ഞങ്ങളുടെ വിഷയങ്ങളെ അറിയുന്ന ദൈവമേ, കർത്താവേ ഞങ്ങളുടെ കൂട്ടുകാർക്കറിയില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കറിയില്ലപ്പാ ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എന്തെന്ന് കർത്താവേ. ആമേൻ ആമേൻ മറ്റുള്ളവർക്കറിയില്ല, എന്നാൽ അപ്പച്ചാ അങ്ങേക്കറിയാം. അങ്ങ് ഇന്ന് ഞങ്ങളോട് ഇടപെടണം, ഇന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ കർത്താവെ. വന്നതുപോലെ വെറും കൈയായി മടങ്ങിപ്പോവാൻ ഇടവരരുത്. ഇന്ന് ചിലത് പ്രാപിച്ചിട്ട് കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് ഇവിടെ എഴുന്നേൽക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ആമേ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുന്ന ഒരു രാത്രിയായി ഇന്നത്തെ രാത്രി മാറണം കർത്താവെ ഏൽപ്പിച്ചു വരുന്നു. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദേവദാസിൻ്റെ അന്വേഷണം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അല്ല ഈ ആഴ്ച ഫ്രൈഡേ കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. പാസ്റ്റർ ലളിതർ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നല്ല സമയത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം നിങ്ങളുടെ മധ്യയിലായിരിക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസരം നൽകിയ പാസ്റ്ററിനും സഭയ്ക്കും ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത് വായിക്കാം ഐസായ പ്രവചന പുസ്തകം. കഴിഞ്ഞ ആഴ്ച വായിച്ച വചനം തന്നെ, ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 10 and verse 27. ഐസായ എഴുതിയ പ്രവചന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ചിലതെങ്കിലും ഓർക്കുമായിരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയ വചനം ഇവിടെ നിന്നായിരുന്നു. ഒരാൾ എന്നെ വായിച്ച് സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചായിരുന്നു. ഈ കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തായിരുന്നു. പുഷ്ടി നിമിത്തം നുകം തകർന്നു മാറുമെന്ന് നമ്മൾ വായിച്ചായിരുന്നു. പുഷ്ടി മലയാളത്തിൽ പുഷ്ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഒറിജിനൽ തർജുമയിൽ ഷമാൻ, SHEMAN, ഷമാൻ എന്ന് വെച്ചാൽ അഭിഷേകം. ഇല്ല, അഭിഷേകത്തിൻ്റെ തൈലം. അഭിഷേകത്തിൻ്റെ തൈലം കൊണ്ട് തൈലം കൊണ്ട് നുകം തകർന്നു മാറുമെന്ന് നമ്മൾ വായിച്ചായിരുന്നു. അതുപോലെ സ്തോത്രം ദൈവം ചില നുകം എങ്ങനെ വന്ന് കയറും, നുകം വന്നാൽ എന്താകും, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നുകം വന്നും എങ്ങനെയൊക്കെ നുകം വന്നും എന്നും അത് ദൈവം എങ്ങനെ വിടുവിച്ചെന്നും, നുകം വന്നാൽ എങ്ങനെയൊക്കെ അവരുടെ എത്തേണ്ട ഡെസ്റ്റിനി, അവരെത്തേണ്ട സ്ഥലത്ത് എത്തിപ്പോകാതെ അവർ വഴിയിൽ വെച്ച് തകർന്നു പോയി എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച വായിച്ചായിരുന്നു. ഇന്ന് അതേ വചനത്തിൽ നിന്ന് വേറൊരു വർഷത്തെ നമുക്ക് വായിക്കാം. വേറൊരു വർഷത്തിൽ നിന്ന് നമുക്ക് ആ വചനത്തിൽ ചിന്തിക്കാം. ഇവിടെ പുഷ്ടി നിമിത്തം നുകം തകർന്നു മാറും. ഗോഡ് ഈസ് ഏബിൾ ടു ഡിസ്ട്രോയ് ദ യോക്സ്. എല്ലാ നുകങ്ങളും ദൈവം പൊട്ടിക്കാൻ ശക്തനായ ദൈവം. അത് മാത്രമല്ല ദൈവം കഴിവുള്ള ദൈവം അത്രേ. സ്തോത്രം. ഇന്ന് സ്തോത്രം ചിലരുടെ ജീവിതത്തിലുള്ള നുകങ്ങൾ ദൈവം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ, ഈ വചനം സർവീസ് കഴിയുമ്പോഴോ അല്ല വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ സ്തോത്രം ദൈവം ചിലരെ സ്പർശിക്കട്ടെ, ദൈവം ചിലരെ വിടുവിക്കട്ടെ. സ്തോത്രം. ഇന്ന് നമ്മൾ വായിക്കുന്നത് സ്തോത്രം അതേ വാക്ക് തന്നെയാണ് സ്തോത്രം. പക്ഷേ ഇന്ന് വായിക്കുന്നത് യോക്ക് ഓഫ് അഫ്ലിക്ഷൻ. സ്തോത്രം. എല്ലാ മലയാളത്തിൽ എന്തോ പറയുന്നത് യോക്ക് ഓഫ് അഫ്ലിക്ഷൻ. അഫ്ലിക്ഷൻ എന്ന് പറഞ്ഞാൽ സങ്കടങ്ങൾ. ഓക്കെ, സങ്കടങ്ങൾ. എനിക്ക് അത്ര അറിയത്തില്ല, പക്ഷേ ഇഫ് എനിബഡി നോസ് കറക്റ്റ് വേർഡ് എന്നോട് പറയാം. യോക്ക് ഓഫ് അഫ്ലിക്ഷൻ, ഇംഗ്ലീഷിൽ അഫ്ലിക്ഷൻ. അഫ്ലിക്ഷൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ടു ബി ഇൻ പെയിൻ, വേദനയിലായിരിക്കുന്നത്, ഇല്ലെങ്കിൽ മെൻ്റൽ ഡിസ്ട്രെസ്, മാനസികമായിട്ട് ഒത്തിരി അങ്ങ് തകർച്ചയിലായിരിക്കുന്നത്. അതാണ് സ്തോത്രം അഫ്ലിക്ഷൻ്റെ
മീനിങ്, യഥാർത്ഥ മീനിങ് അഫ്ലിക്ഷൻ, യോക്ക് ഓഫ് അഫ്ലിക്ഷൻ. ടുഡേ ഇന്ന് സ്തോത്രം ദൈവം ചിലരുടെ യോക്ക് ഓഫ് അഫ്ലിക്ഷൻ ഇല്ല, ആ വേദനയിലായിരിക്കുന്ന നൊകത്തെ ദൈവം ചിലരുടെ ജീവിതത്തിൽ പൊട്ടട്ടെ. സ്തോത്രം ഇന്ന് ദൈവം പൊട്ടിക്കട്ടെ. സ്തോത്രം അഭിഷേകം നൊകത്തെ തകർക്കും. സ്തോത്രം ഇന്ന് ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചിലരുടെ ആ യോക്ക് ഓഫ് അഫ്ലിക്ഷൻ, ആ വേദനയിലായിരിക്കുന്ന ആ നൊകത്തെ ദൈവം ഇന്ന് ചിലരുടെ ജീവിതത്തിൽ ദൈവം പൊട്ടിക്കട്ടെ. സ്തോത്രം ബൈബിൾ മീനിങ് പ്രകാരം എടുത്തു നോക്കിയാൽ എക്സ്ട്രീം ഫോം ഓഫ് സഫറിങ്, ഇംഗ്ലീഷിൽ ബൈബിൾ ഡിക്ഷണറി മീനിങ് എടുത്ത് നോക്കിയാൽ അഫ്ലിക്ഷൻ്റെ മീനിങ് എക്സ്ട്രീം ഫോം ഓഫ് സഫറിങ്, സഫറിങ്ങിൻ്റെ അങ്ങേയറ്റ വശം, ഒത്തിരി അങ്ങ് സഹിച്ച്, ഒത്തിരി കഷ്ടത അനുഭവിച്ച്, ഒത്തിരി പ്രയാസത്തിൽ പോയി അങ്ങ് സഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവമാണ് സ്തോത്രം ഈ അഫ്ലിക്റ്റഡ് ആർ അഫ്ലിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. സ്തോത്രം അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 34 സങ്കീർത്തനം അതിൻ്റെ 19 വാക്യം വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ 34:19. Somebody can read. നീതിമാന്റെ അനർത്ഥങ്ങൾ. ഓക്കെ, ഇംഗ്ലീഷിൽ മെനി ആർ ദ അഫ്ലിക്ഷൻസ് ഓഫ് ദ റൈച്ചസ് ബട്ട് ദ ലോർഡ് ഡെലിവേഴ്സ് ഹിം ഔട്ട് ഓഫ് ദം ഓൾ. നീതിമാന്റെ അനർത്ഥങ്ങൾ, ഇംഗ്ലീഷിൽ അഫ്ലിക്ഷൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അനർത്ഥങ്ങൾ എന്ന വാക്കവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒത്തിരി ആകുന്നു, ബട്ട് ദൈവം എന്താ ചെയ്യുന്നു? അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു. സ്തോത്രം ഇന്ന് അനർത്ഥങ്ങളുടെ വഴിയായിട്ട് കടന്നു പോയാൽ സ്തോത്രം ഒരു അനർത്ഥം കഴിഞ്ഞ് ഇന്നൊരു അനർത്ഥം, ഇന്നൊരു പ്രശ്നം കഴിഞ്ഞ് ഇന്നൊരു പ്രശ്നം നല്ല ഇരിക്കുന്നത്. സ്തോത്രം എത്ര പ്രശ്നം വന്നാലും ദൈവം എന്ന എല്ലാറ്റിൽ നിന്ന് ദൈവം വിടുവിച്ചിരിക്കും. സ്തോത്രം നമുക്കുള്ള ആശ്വാസം അതാണ്, നമുക്കുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ സ്തോത്രം എത്ര അനർത്ഥത്തിന്റെ വഴിയിൽ കടന്നു പോയാലും, സ്തോത്രം എത്ര പ്രശ്നത്തിന്റെ വഴിയിൽ കടന്നു പോയാലും അതൊക്കെ ദൈവം നമ്മൾ വിടുവിച്ചിരിക്കും. സ്തോത്രം മെനി ആർ ദ അഫ്ലിക്ഷൻസ് ഓഫ് ദ റൈച്ചസ് ബട്ട് ദ ലോർഡ് ഡെലിവേഴ്സ് ഹിം ഔട്ട് ഓഫ് ദം ഓൾ. ഇറ്റ് ഈസ് ദ ലോർഡ്സ് ഹാൻഡ് ദാറ്റ് ഈസ് ഡെലിവറിങ്. ദൈവം നമ്മളെ വിടുവിക്കും. സ്തോത്രം ദൈവം വിടുവിച്ചില്ലെങ്കിൽ നമ്മൾ അനർത്ഥത്തിൽ തന്നെ അങ്ങ് മരിച്ചു പോകും. പക്ഷേ എത്ര അനർത്ഥം വന്നാലും, എത്ര അഫ്ലിക്ഷൻ ഇല്ല, എത്ര സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം അതിൽ നിന്നൊക്കെ എല്ലാറ്റിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചിരിക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, നമ്മുടെ സന്തോഷിക്കേണ്ട കാര്യം. സ്തോത്രം ഇന്ന് ആരെങ്കിലും അനർത്ഥത്തിന്റെ വഴിയായിട്ട് കടന്നു പോയാൽ, ഇന്ന് ഇല്ല സങ്കടങ്ങളുടെ വഴിയായിട്ട് കടന്നു പോയാൽ, പ്രശ്നങ്ങളുടെ വഴിയായിട്ട് കടന്നു പോയാൽ ഒരു പ്രത്യാശ, ഒരു ആശ്വാസം. ലോർഡ് വിൽ ഡെലിവർ മീ ഫ്രം ഔട്ട് ഓഫ് ഓൾ ട്രബിൾസ്. എല്ലാ അഫ്ലിക്ഷൻസ് എന്ന് എല്ലാവற்றிലും ദൈവം അവനെ പൂർണ്ണമായിട്ട് വിടുവിച്ചിരിക്കും. സ്തോത്രം അത് മാത്രമല്ല, ജെയിംസ് യാക്കോബിന്റെ പുസ്തക ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 5:13. ദൈവം വിടുവിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കഷ്ടം അനുഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം ഇംഗ്ലീഷിൽ ഇഫ് എനിബഡി ആർ അഫ്ലിക്റ്റഡ്, KJV വേർഷനകത്ത് ഇഫ് എനിബഡി ആർ അഫ്ലിക്റ്റഡ് ലെറ്റ് ഹിം പ്രേ. ഇഫ് നിങ്ങൾ കഷ്ടതയിൽ പോയാൽ, ഇല്ല സങ്കടങ്ങളിൽ പോയാൽ, വേദനയിൽ പോയാൽ, ഭാരങ്ങളിൽ പോയാൽ, പ്രയാസത്തിൽ പോയാൽ, ഇഫ് എനിബഡി ഈസ് അഫ്ലിക്റ്റഡ് ലെറ്റ് ഹിം പ്രേ. അതാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം ഇഫ് എനിബഡി ഈസ് അഫ്ലിക്റ്റഡ്, ഇന്ന് ആരെങ്കിലും പ്രയാസത്തിൽ പോകുന്നുണ്ടോ, വേദനയിൽ കടന്നു പോകുന്നുണ്ടോ, സ്തോത്രം വി ഹാവ് വൺ ആൻസർ, ലെറ്റ് ഹിം പ്രേ. അവൻ പ്രാർത്ഥിക്കട്ടെ, ഇല്ല അവൾ പ്രാർത്ഥിക്കട്ടെ, അവർ പ്രാർത്ഥിക്കട്ടെ, സഭ പ്രാർത്ഥിക്കട്ടെ, ഇല്ല കുടുംബം പ്രാർത്ഥിക്കട്ടെ. ചിലരൊക്കെ പറയും, അയ്യോ ഞങ്ങൾ ഒരു സങ്കടത്തിൽ പോയി, ഇല്ല കഷ്ടങ്ങളിൽ പോയി, പ്രയാസത്തിൽ പോയി. പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, വചനത്തിൽ ആശ്വാസിപ്പിക്കുന്നത്, വചനത്തിൽ നമ്മൾ ഉത്സാഹിപ്പിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. സ്തോത്രം സങ്കടത്തിൽ പോയാൽ അവർ അങ്ങനെ ചെയ്തു പോയി. ഇല്ല ചിലരൊക്കെ ഈ ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ഈ ഇടയ്ക്ക് ഒത്തിരി പേര് അങ്ങ് സൂസൈഡ് കമ്മിറ്റ് ചെയ്തു. കോവിഡിൻ്റെ ഇടയ്ക്കും പിന്നെ ഫൈനാൻഷ്യൽ ലോസ് കൊണ്ട് ഒത്തിരി പേർ കുടുംബമായിട്ട് സൂസൈഡ് കമ്മിറ്റ് ചെയ്തു. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, നമുക്കൊരു എൻകറേജ്മെന്റ് ഉണ്ട്. സ്തോത്ര സങ്കടത്തിൽ പോയാൽ, പ്രശ്നത്തിൽ പോയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ലെറ്റ് ഹിം പ്രേ. ഹല്ലേലൂയ. ഇന്ന് ചിലർ ആ വിശ്വാസത്തെ ഒന്ന് ഏറ്റെടുക്കട്ടെ. സ്തോത്രം എനിക്ക് സങ്കടം വന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും. സ്തോത്രം കംപ്ലൈന്റ് പറയുവല്ല, ഇല്ല ചുമ്മാ അങ്ങ് വെറുതെ പിറുപിറുക്കല്ല, എനിക്ക് സങ്കടം വന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. സ്തോത്രം ഇന്ന് ആ പ്രാർത്ഥനയുടെ ഉറപ്പൊന്ന് ഏറ്റെടുക്കട്ടെ. എൻ്റെ സങ്കടങ്ങളിൽ ഞാൻ ഒത്തിരി അധികമായിട്ട് പ്രാർത്ഥിക്കും. എനിക്ക് പ്രശ്നത്തിലായിപ്പോയാൽ ഞാൻ അധികമായിട്ട് പ്രാർത്ഥിക്കും. സ്തോത്രം എന്നെ ഒത്തിരി വേദനകൾ നിരക്കുന്നുണ്ടോ ഞാൻ അധികമായിട്ട് പ്രാർത്ഥിക്കും. സ്തോത്രം ഇന്ന് പ്രാർത്ഥനയുടെ ആഴത്തിൽ ആൾക്കാർ ഇറങ്ങട്ടെ. ഇല്ല പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ സ്തോത്രം ആഴത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ എൻ്റെ സങ്കടങ്ങളിൽ ഞാൻ അങ്ങേ നോക്കി നിലവിളിക്കുവാണ്. സ്തോത്രം അങ്ങേ നോക്കി വിളിക്കുവാണ്. സ്തോത്രം വിളിച്ചാൽ മറുപടി ദൈവം തന്നിരിക്കും.
ഇഫ് എനിബഡി ഈസ് അഫ്ലിക്റ്റഡ് ലെറ്റ് ഹിം പ്രേ. സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കട്ടെ, സഭ പ്രാർത്ഥിക്കട്ടെ, കുടുംബങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. സ്തോത്രം. യേശുവിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ സങ്കടങ്ങളിൽ വഴിയായിട്ട് കടന്നു പോകുമ്പോഴൊക്കെ യേശു പ്രാർത്ഥിച്ചു. സ്തോത്രം. രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിച്ചു, അതിരാവിലെ പ്രാർത്ഥിച്ചു, ഇല്ല ഒരു അത്ഭുതം ചെയ്ത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു, അത്ഭുതത്തിന് മുമ്പേ പ്രാർത്ഥിച്ചു. സ്തോത്രം. നല്ല ഒരു മാതൃക നമുക്ക് വെച്ചയച്ച് പോയിരിക്കുന്ന യേശു. സ്തോത്രം. പ്രാർത്ഥനയുടെ പുരുഷൻ. പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചത് മാത്രമല്ല, പ്രാർത്ഥനയുടെ നല്ല മാതൃക നമുക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട്. സ്തോത്രം. എനിബഡി ഈസ് അഫ്ലിക്റ്റഡ്, ആരെങ്കിൽ ഈ വേദന വഴിയായിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. അടുത്തുള്ളവർ നോക്കി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കട്ടെ. ലെറ്റ് ഹിം പ്രേ, ലെറ്റ് ഹർ പ്രേ. സ്തോത്രം. ഇന്ന് സ്കൂളിൽ പ്രശ്നം, ലെറ്റ് ഹിം പ്രേ. കോളേജിൽ പ്രശ്നം, ലെറ്റ് ഹിം പ്രേ. ബിസിനസ് സ്ഥലത്ത് പ്രശ്നം, ലെറ്റ് ഹിം പ്രേ. ജോലി സ്ഥലത്ത് പ്രശ്നമാണ്, ലെറ്റ് ഹിം പ്രേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് മറുപടി നൽകിയിരിക്കും. സ്തോത്രം. പല രീതിയായിട്ടുള്ള ഈ അഫ്ലിക്ഷൻസ്, സങ്കടങ്ങൾ, വേദനകൾ, നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തേക്ക് ആവശ്യമുള്ളത്, ഇന്ന് വചനത്തിൽ നിന്ന് വരുന്ന അഫ്ലിക്ഷൻ ഇല്ല, വചനത്തിന് വേണ്ടി നിന്നത് കൊണ്ട് വരുന്ന അഫ്ലിക്ഷൻസ് എങ്ങനെ ജയിക്കാൻ പറ്റും? സ്തോത്രം. മാർക്കിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, അഫ്ലിക്ഷൻ ഫോർ ദ വേർഡ് സേക്ക്. എങ്കിലും വേരില്ലാതെ അവരെന്താകുന്നു? ക്ഷണികർമാരാകുന്നു. ഓക്കെ. ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. വചനത്തിന്റെ നിമിത്തമായ അഫ്ലിക്ഷനോ ഇല്ല പെർസിക്യൂഷനോ വേദന എന്തെങ്കിലും വന്നാൽ ക്ഷണത്തിൽ എന്താകുന്നു? ഇടറിപ്പോകുന്നു. ഇത് യേശു പറഞ്ഞ ഒരു ഉപമയാണ്. സ്തോത്രം. അവിടെ വിത്ത് വിതയ്ക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ആ വിത്ത് വീഴുന്നു. സ്തോത്രം. പാറയുടെ മീത് വീഴുന്നു, പിന്നെ മുള്ളിൻ്റെ ഇടയിൽ വീഴുന്നു, ഇല്ല വഴിയറമ്പിൽ വീഴുന്നു, പിന്നെ നല്ല നിലത്ത് വീഴുന്ന വിത്തിൻ്റെ കുറിച്ച് പറയുമ്പോൾ ഈ മുള്ളിൻ്റെ ഇടയിൽ ഞാൻ തോന്നുന്നു ആ വീഴുന്ന ആ സംഭവത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവർ ഈ വചനത്തിൻ്റെ നിമിത്തമായി വരുന്ന പ്രശ്നങ്ങൾ, വചനത്തിൻ്റെ നിമിത്തമായി വന്ന ആ പ്രശ്നത്തെ അവർ സഹിക്കാൻ പറ്റത്തില്ല. ഇല്ല കുറച്ച് പ്രശ്നം വന്നു പോയാൽ അവർ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. അഫ്ലിക്ഷൻ ബിക്കോസ് ഓഫ് ദ വേർഡ് സേക്ക്. പിന്നെ ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. വചനത്തിന്റെ നിമിത്തമായി ഉപദ്രവവും പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഇന്ന് വചനത്തിന്റെ നിമിത്തമായി, ഇല്ല ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന നിമിത്തമായി നമുക്ക് എന്തെങ്കിലും പീഡനയോ അഫ്ലിക്ഷനോ സങ്കടമോ വേദന വന്നാൽ നമ്മൾ ഇടറിപ്പോകാൻ ഇടയാകരുത്. സ്തോത്രം. നമ്മൾ ഉറച്ചു നിൽക്കണം. സ്തോത്രം. ദൃഢതയോട് ഇല്ല സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വചനത്തിൽ നിന്ന് ചില വ്യക്തികളെ നമുക്ക് നോക്കാം. സ്തോത്രം. അവർ എങ്ങനെ ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ അഫ്ലിക്ഷൻസ് ഇല്ല ഈ വേദനകൾ എങ്ങനെ അവർ കടന്നുപോയി, ഇല്ല ദൈവനാമത്തിന് വേണ്ടി നിന്നത് കൊണ്ട് സ്തോത്രം അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇങ്ങനെ ഇടർച്ചകൾ ഇല്ല ഇങ്ങനെ പീഡനകൾ ഇല്ല സങ്കടങ്ങൾ വന്നു. പക്ഷേ അവർ ജയിച്ചു. എങ്ങനെ ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ how they overcame the yoke of affliction. സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വചനത്തിൽ നിൽക്കുന്നത് കൊണ്ട്, വചനത്തിനായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലോ ഇല്ല സ്നേഹിതന്മാരുടെ ഇടയിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തിലോ ഇങ്ങനെ പീഡനങ്ങൾ ഉണ്ടാകാം, സാധ്യതകളുണ്ട്. ഇല്ല ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്നത് കൊണ്ട് ഇങ്ങനെ അഫ്ലിക്ഷൻസ്, സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷെ എങ്ങനെ അതിനൊക്കെ ജയിച്ചു എന്ന് ചില 2-3 എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ നമുക്ക് കടന്നു പോകാം. സ്തോത്രം. എടുത്തു വായിക്കാം. സങ്കീർത്തനങ്ങൾ 105-ാമത്തെ സങ്കീർത്തനം 17-18 വാക്യം. Psalms 105 verse 17 and 18. അവർക്ക് മുമ്പായിട്ട് അവർ ഒരാളെ അയച്ചു. യോസേഫിനെ അവർ ദാസനായിട്ട് വിറ്റല്ലോ. ഈ വാക്യം നന്നായിട്ട് ഓർക്കണേ. യോസേഫിനെ അവർ ദാസനായിട്ട് വിറ്റല്ലോ. വായിച്ചട്ടെ. അവർ കാലുകളെ വിളങ്ങിനാൽ ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. സ്വത്ത് നന്നായിട്ട് വായിക്കണേ. അവന് ദാസനായിട്ട് സ്ലേവായിട്ട് അവനെ വിറ്റു. ഈ വാസ് ഇൻ ഫെറ്റസ് ആൻഡ് ഇൻ അയറൺ ബാർസ്. അവൻ്റെ ജീവിതത്തിൽ ഇതൊരു ഒരു ഫിസിക്കലായിട്ട് നമുക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ ഈ വാസ് അണ്ടർ ദ യോക്ക്. അവൻ്റെ മീത് നുകം ഉണ്ടായിരുന്നു. എങ്ങനെ നുകം ഉണ്ടായിരുന്നു? ഇരുമ്പ് വിളങ്ങുണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു? ബന്ധിക്കുകയും
ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. സ്തോത്രം. കാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, കൈകൾ ഇരുമ്പ് ചങ്ങലയാൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ സ്തോത്രം ഈസ് അണ്ടർ ദ യോക്ക്. അവൻ്റെ ജീവിതത്തിൽ ഒരു യോക്ക്, ഒരു നുകം ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ നുകം എങ്ങനെയാണ് വന്നത്? സ്തോത്രം. 37 അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹൗ ഡസ് ദ ലൈഫ് ഓഫ് ജോസഫ് ഈസ് ഇൻ ദിസ് കണ്ടീഷൻ. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകാനുള്ള എങ്ങനെ പറ്റിയത് ജോസഫിന് എടുത്ത് വായിക്കുവാണെങ്കിൽ 37 അധ്യായത്തിൽ ജെനസിസ് എന്തോ ജെനസിന്റെ എന്തോ ഉൽപ്പത്തി, സോറി, ഒത്തിരി ഭാഷ അറിയാൻ ഇതൊരു പ്രശ്നം. ഉൽപ്പത്തിയുടെ പുസ്തകം 37th ചാപ്റ്റർ, ജെനസിസ് 37. അവിടെ മൂന്നാമത്തെ വാക്യം തോന്നുന്നു. വായിച്ചാട്ടെ, വായിച്ച് സഹായിക്കണേ. അവനെ അധികമായി സ്നേഹിച്ചു. ഓക്കെ, നിലയെങ്കി ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ വായിക്കുന്നത് യോസഫിന്റെ ജീവിതത്തിൽ പിതാവ് അവനെ വാർദ്ധക്യത്തിൽ ഉണ്ടായത് കൊണ്ട് അവനെ ഒത്തിരി അധികമായിട്ട് സ്നേഹിച്ചത് കൊണ്ട് അവന് നല്ല നിലയങ്കിയൊക്കെ അവനെ ധരിപ്പിച്ചു. അത് മാത്രമല്ല പിതാവ് അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് സഹോദരന്മാരെ അത് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ പിതാവ് നമ്മളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്കോ ഇല്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. പക്ഷെ ഇവിടെ പിതാവ് മാത്രമല്ല അവനെ സ്നേഹിച്ചത്, സ്വർഗസ്ഥനായ പിതാവും യോസഫിനെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചെന്ന് വെച്ചാൽ അവന് സ്വപ്നങ്ങളെ കൊടുത്തു, ദർശനങ്ങളെ കൊടുത്തു. ഇല്ല, അവനോട് കാര്യങ്ങൾ ഇടപെട്ടു. ഇങ്ങനെ ജോസഫെ, നിന്റെ ജീവിതം ഇങ്ങനെ ആകാൻ പോകുന്നു, നിന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ മുന്നേറാകാൻ പോകുന്നു. നീ ഇപ്പോൾ ചെറിയ പയ്യനാ, ഇപ്പോൾ നീക്ക് 17 വയസ്സേ ഉള്ളൂ, യു ആർ വെരി യങ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്തിന് നിന്നെ എത്തിക്കാനുള്ള എൻ്റെ ഉദ്ദേശമുണ്ട്, എൻ്റെ പദ്ധതികളുണ്ട്. സ്തോത്രം. ആ പദ്ധതികളെ കുറച്ചായിട്ട് ദൈവം യോസഫിനെ വെളിപ്പെടുത്തി കൊടുത്തു. അന്ന് യോസഫിന് അന്ന് മനസ്സിലായില്ല എന്തിനാ ഈ സ്വപ്നം, എന്തിനാ ഈ ദർശനങ്ങൾ ദൈവം എന്നെ കാണിക്കുന്നത് മനസ്സിലായി കാണത്തിലായിരിക്കും. അവൻ്റെ യഥാർത്ഥ ആ ചിന്തയിൽ അവൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, അവരുടെ അപ്പനന്മാരോട് മീൻസ് പേരൻസോട് പറഞ്ഞു. പക്ഷെ ഇവർ ആരും അത് അംഗീകരിച്ചില്ല. അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പിതാവ് അവനെ സ്നേഹിച്ചത് കൊണ്ട് അവനെ പകച്ചു, സഹോദരന്മാർ പകച്ചു. ഓക്കെ, അവനോട് സമാധാനമായിട്ട് സംസാരിപ്പാൻ അവരോട് കഴിഞ്ഞില്ല എന്ന് വചനത്തിൽ എഴുതിയിരിക്കുക. സ്തോത്രം. ഒന്ന്, അവർ സഹോദരന്മാർ പകച്ചു. രണ്ടാമത്തത്, അവർ സമാധാനമായിട്ട് സംസാരിച്ചില്ല. ഇന്ന് ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേലെ ഉള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ ഉള്ളത് കൊണ്ട്, അത് വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. ചിലർ നമ്മുടെ അടുത്ത് നന്നായിട്ട് സംസാരിക്കത്തിലായിരിക്കാം, ചിലർക്ക് നമ്മളോട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അങ്ങനത്തെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയേക്കാം. ഇവിടെ യോസഫിന്റെ ജീവിതത്തിൽ അതാണ്, അങ്ങനെ ഒരു സാഹചര്യമാണ്. സഹോദരന്മാർ സമാധാനമായിട്ട് സംസാരിക്കുന്നില്ല. They were not very peaceful at him. അല്ല, നന്നായിട്ട് അവർ പെരുമാറുന്നില്ല. അത് മാത്രമല്ല, ഒരു ദിവസം യോസഫ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കറ്റയും അതുപോലെ നിങ്ങളുടെ എല്ലാ കറ്റകളും എൻ്റെ കറ്റയുടെ മുമ്പേ എല്ലാം വണങ്ങി എൻ്റെ സഹോദരന്മാരുടെ ഉള്ള എന്തോ ഡ്രീം, ആ ദർശനത്തെ ഇല്ല സ്വപ്നത്തെ വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ കറ്റകൾ എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അത് കേട്ടിട്ട് ഒന്നാമത്തത് പിതാവിൻ്റെ തന്ന അങ്കി, അത് മാത്രമല്ല രണ്ടാമത്തത് ഇതുപോലുള്ള ഒരു സാഹചര്യം എല്ലാം കണ്ടപ്പോൾ അവർ സഹോദരന്മാർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, യോസഫ് മറ്റൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും യോസഫിന്റെ മുമ്പേ നമസ്കരിക്കുന്നു. ഇങ്ങനെ ഓക്കെ, സഹോദരന്മാർക്ക് എന്തോ ആയി? അസൂയത്വം. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഒന്ന് അവരെ വെറുത്തു, രണ്ടാമത്തെ അവർ സമാധാനമായി സംസാരിച്ചില്ല, മൂന്നാമത്തെ ഇവിടെ എഴുതിയിരിക്കുന്നത് അവന് അസൂയ തോന്നി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുക. സ്തോത്രം. അസൂയ തോന്നിയത് മാത്രമല്ല, അങ്ങനെ ദിവസങ്ങൾ പോയ ശേഷം ഒരു ദിവസം അവരുടെ സഹോദരന്മാർ ദൂരദേശത്ത് പോയപ്പോൾ ഇവിടെ 37 അധ്യായത്തിൽ അപ്പൻ പറഞ്ഞു, യോസഫെ, നിന്റെ സഹോദരന്മാർ ഒത്തിരി ദിവസങ്ങളായി പോയിട്ട്, ആട് മേയ്ക്കാൻ പോയിട്ട് ഒത്തിരി ദിവസങ്ങളായി, നീ പോയിട്ട് അവരുടെ അന്വേഷിച്ച് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ യോസഫ് യഥാർത്ഥമായിട്ട് അവരുടെ സഹോദരന്മാരല്ലേ എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ ഇങ്ങനെ 18 വാക്യത്തിൽ ഇങ്ങനെ ഓക്കെ, ഇവിടെ ദൈവകൃപ ഉള്ളതുകൊണ്ട് മീത്, ദൈവത്തിന്റെ പദ്ധതി ഉള്ളതുകൊണ്ട് മീത് ആൾക്കാർ കുശുമനായിട്ട് എഴുന്നേക്കും, ആൾക്കാർ സമാധാനമായിട്ട് സംസാരിക്കത്തിലായിരിക്കും, ആൾക്കാർ പകയ്ക്കുന്നതായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ദൂരത്തെ വരുമ്പോൾ തന്നെ അവന് വിരോധമായിട്ട് they conspired to kill him, അവനെ കൊല്ലേണ്ടതിന്
എന്താ ചെയ്തവർ? പദ്ധതികൾ ഒരുക്കി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് അവർ ഇട്ട പദ്ധതികളൊക്കെ അവനെ കൊല്ലേണ്ടതെന്നല്ല, അവർ ദൈവത്തിന്റെ പദ്ധതികളെ ഇല്ലാതാക്കുവാനായിരുന്നു. സ്തോത്രം. ഇന്ന് ചില പദ്ധതികൾ ഒരു ശത്രു കൊണ്ടുവരുന്നത്, ഇല്ല ആൾക്കാർ മെനയുന്നത്. സ്തോത്രം. അവർ നിങ്ങളുടെ മേലുള്ള ആ പകയല്ല, ദൈവം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന പകയെ നശിപ്പിക്കണം, പദ്ധതികൾ നശിപ്പിക്കണം. ദൈവം നിങ്ങളുടെ മീത് വെച്ചിരിക്കുന്ന ആ ഉദ്ദേശങ്ങൾ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് സ്തോത്രം ചില പദ്ധതികൾ, ചില കോൺസ്പിറസികൾ സ്തോത്രം വിരോധമായിട്ട് എഴുന്നേൽക്കുന്നത്. സ്തോത്രം. ചിലരൊക്കെ പറയുന്നതായിരിക്കും, എൻ്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒത്തിരി ശല്യപ്പെടുത്തുക, ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുക. കാരണം it is against the purpose of God. ദൈവത്തിന്റെ പദ്ധതികൾ വിരോധമായിട്ട് അവർ ചെയ്യുന്ന കോൺസ്പിറസിയാണ്. സ്തോത്രം. അത് മാത്രമല്ല, അതിന്റെ 19 20 വാക്യം. ഓക്കെ. അവന്റെ സ്വപ്നം എന്താകുമല്ലോ എന്ന് നമുക്ക് കാണാമെന്ന് തമ്മിൽ പറഞ്ഞു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വി ഷൽ സീ വാട്ട് വിൽ ബിക്കം ഓഫ് ഹിസ് ഡ്രീംസ്. അവൻ കണ്ട സ്വപ്നം എന്താകും, അവൻ കണ്ട വെളിപ്പാട് എന്തോ ആകും, ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾ എന്തോ ആകും. അവർ പറയുന്നത് യോസഫ് കണ്ട സ്വപ്നത്തിന് വിരോധമല്ല അവർ സംസാരിക്കുന്നത്, ദൈവം തന്ന സ്വപ്നത്തിന് വിരോധമായിട്ട് അവർ സംസാരിക്കുക. ദേ ആർ കോൺസ്പൈറിങ്, ദേ ആർ പ്ലാനിങ്. അവർ പദ്ധതി ഇടുന്നത്, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്തോത്രം യോസഫ് കണ്ട സ്വപ്നത്തിനല്ല, ദൈവം കാണിച്ച സ്വപ്നത്തിന്. ദേ വർ പ്ലാനിങ്. അവന്റെ സ്വപ്നം എന്തുവായിരുന്നു സ്വപ്നം? അവന്റെ കറ്റകളും യോസഫിന്റെ കറ്റയ്ക്ക് മുമ്പായിട്ട് വണങ്ങുന്നു. അത് മാത്രമല്ല, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം യോസഫിന് മുമ്പായിട്ട് വണങ്ങുന്നു. ഇതായിരുന്നു സ്വപ്നം. പക്ഷേ അവർ വിചാരിക്കുന്നത്, നമ്മൾ അവനെ കൊന്നേച്ച് അവനെ കൊന്നാലോ ഈ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും, എന്താകുമെന്ന് അവർ വിചാരിച്ചു. സ്തോത്രം. ഒടുവിൽ അവർ ഇങ്ങനെ പദ്ധതികൾ ഇട്ടു, കൊല്ലേണ്ട, പക്ഷെ നമുക്ക് ഈ കുഴിയിനകത്ത് ഇട്ടേക്കാം. സ്തോത്രം എന്ന് പറഞ്ഞ് അവനെ ഒരു പൊട്ടക്കുഴിയിൽ, വെള്ളമില്ലാത്ത കുഴിയിനകത്ത് ഇട്ടു. സ്തോത്രം. സ്വന്തം സഹോദരന്മാർ അവനെ പിടിച്ച് വെള്ളമില്ലാത്ത കുഴിയിനകത്ത് ഇട്ടു. ആഴമേറിയ കുഴിയിൽ പൊട്ടക്കിണത്തിൽ ഇട്ടപ്പോൾ അവൻ വിചാരിച്ചിട്ടാണ്, ദൈവമേ ഇതൊക്കെ സഹിക്കേണ്ടത് അങ്ങയുടെ വചനത്തിന്റെ നിമിത്തമാകുന്നു. സ്തോത്രം. ദൈവം തന്ന വെളിപ്പാട്, ദൈവം തന്ന ദർശനം, ദൈവം തന്ന ആ പദ്ധതികളിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ അവൻ കടന്നു പോകാറായി. സ്തോത്രം. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ ദൈവം കാണിച്ച വെളിപ്പാട്, ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് നടക്കുന്നത് കൊണ്ട് they may be undergoing afflictions. പല സങ്കടങ്ങളുടെ വഴിയായിട്ട് അവർ കടന്നു പോകുന്നതായിരിക്കാം. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, every yoke will be destroyed because of the anointing. ഇന്ന് അഭിഷേകത്തിന്റെ ശക്തിയാൽ എല്ലാ നുകങ്ങൾ പൊട്ടിയിരിക്കും. സ്തോത്രം. നമുക്ക് ചില കാര്യങ്ങൾ യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കാം. സമയം ഉള്ളതുപോലെ നമുക്ക് ദൈവ വചനത്തിൽ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അവൻ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചതല്ല. സ്തോത്രം. ഞാൻ ഇങ്ങനെ പൊട്ടക്കൊഴിയിൽ ഇങ്ങനെ കാണും, വെള്ളമില്ലാത്ത കിണറിൽ എൻ്റെ സ്വന്തം സഹോദരന്മാർ തന്നെ ഇട്ട് കാണാതിരിക്കുന്നു. അതിൻ്റെ ആഴം അവന് ഒത്തിരി ഇങ്ങനെ ഇരുട്ടായിരിക്കുമോ, ഇല്ല വെള്ളമില്ലാതായിരിക്കുമോ, അവിടെ പാമ്പുണ്ടായിരുന്നോ, തേലുണ്ടായിരുന്നോ, ഇല്ല എന്തെങ്കിലും ജീവികൾ ഉണ്ടായിരുന്നോ, ഒന്നും അറിയത്തില്ല. ആ പൊട്ടക്കിണറ്റിനകത്ത് ഇട്ട് അവന് വിചാരിച്ച് കാണാതിരിക്കും, ദൈവമേ why I am undergoing this affliction, എന്തുകൊണ്ട് ഈ വേദന വഴിയായിട്ട് കടന്നു പോകുന്നു, എന്തിനാ ഈ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാത്രമുണ്ട്, എന്തുകൊണ്ട് ഞാൻ മാത്രം ഇതൊക്കെ സഹിക്കണം? അങ്ങ് കാണിച്ച വെളിപ്പാടല്ല ഞാൻ പറഞ്ഞത്, അങ്ങയുടെ പദ്ധതി മാത്രമല്ല ഞാൻ ചെയ്യാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അവൻ വിചാരിച്ച് കാണാതിരിക്കും. എത്ര ആഴത്തിൽ അവൻ കടന്നുപോയോ അവൻ അറിയത്തില്ല. അത്ര ഉയരത്തിലുള്ള സിംഹാസനം അവന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന്. സ്തോത്രം. അന്ന് ആ പൊട്ടക്കുഴിയിൽ പോയപ്പോഴും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കാണാതിരിക്കും. നോക്കാൻ ഒരു സ്ഥലമില്ലാതെ ആയിരിക്കുമ്പോൾ ദൈവത്തെ അവൻ നോക്കി കാണാതിരിക്കും, ദൈവത്തെ അപേക്ഷിച്ച് കാണാതിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്തോത്രം വഴിയായിട്ട് വന്ന ആൾക്കാർക്ക് അവനെ ദാസനായിട്ട്, സ്ലേവ് ആയിട്ട് അവനെ വിറ്റു. അത് മാത്രമല്ല, അവിടുന്ന് അവൻ പോത്തിഫറുടെ വീട്ടിലോട്ട് പോയി. 39 അധ്യായത്തിന്റെ 2ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പോത്തിഫറുടെ വീട്ടിൽ the Lord was with Joseph. അത് വായിക്കാമോ? ഓക്കെ. അവൻ കൃതാർത്ഥനായി. he was successful because the Lord was with him. ദൈവം അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, സക്സസ്ഫുൾ ആയി. ഈ എല്ലാ കാര്യത്തിലും സ്തോത്രം അവൻ പാലിച്ച ഒരു കാര്യമായിരുന്നു, ദൈവ സാന്നിധ്യത്തെ വിട്ടുകളയാതെ ദൈവത്തിന് നാമത്തിന് വേണ്ടി അവൻ നിന്നു. സ്തോത്രം. ഏത് അഫ്ലിക്ഷൻ്റെ വഴിയായിട്ട് കടന്നു പോയാലും, ഏത് സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലും, we should never ever miss the presence of God. ഒരിക്കലും ദൈവസ്ഥാനത്തെ വിട്ട് കളയാനോ ഇല്ല ദൈവസ്ഥാനത്തിൽ മാറാനോ ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. യോസേഫിന്റെ ജീവിതത്തിലുള്ള വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ the presence of God or the anointing of God. ഞാൻ കാണിക്കാം anointing of God എവിടെ പാസ്റ്റർ എഴുതിയിരിക്കുന്ന anointing of God ഞാൻ കാണിക്കാം. പിന്നെ സ്തോത്രം.
അവൻ്റെ ജീവിതത്തിലുള്ള സക്സസിന്റെ രഹസ്യം, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ദ അനോയിന്റിങ് ഓഫ് ഗോഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം, പ്രശ്നങ്ങളുടെ വിടുതൽ എന്ന് പറഞ്ഞാൽ അത് അഭിഷേകത്തിലാണ്. സ്തോത്രം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ഒത്തിരി പ്രശ്നത്തിൽ കടന്നു പോകുമ്പോൾ ഒത്തിരി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെ ഇത് ഓവർകം ചെയ്യുന്നത്, എങ്ങനെ ഞാൻ ഇത് ഈ ചാടിക്കിടക്കും, ഈ പ്രശ്നത്തിന് എങ്ങനെ മതിക്കിടക്കും? ഇറ്റ് ഈസ് ബൈ ദ അനോയിന്റിങ് ഓഫ് ഗാഡ്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഇല്ല, ചിലരൊക്കെ പറയാം ഈ പ്രശ്നം എങ്ങനെ ഞാൻ സോൾവ് ചെയ്യും അറിയത്തില്ല. പ്രേ ഫോർ ദ അനോയിന്റിങ്. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് അതിന് വേണ്ടി ഉള്ള വഴികൾ ദൈവം നമുക്ക് തുറന്നു തരും. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. അവിടെ ഓക്കെ യഹോവ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ അങ്കിൾ, ഓക്കെ, അവൻ കൃതാർത്ഥനായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് യോസേഫിന്റെ ജീവിതത്തിൽ അവിടുന്ന് പൊട്ടക്കുഴിയായിരുന്നു. സഹോദരന്മാർ വെറുത്തു, സഹോദരന്മാർ പകച്ചു, സഹോദരന്മാർ കോൺസ്പിറസി ചെയ്തു. അത് മാത്രമല്ല ഇവിടെ അവന് മാർക്കറ്റിൽ സ്ലേവായിട്ട് വിറ്റ ശേഷം അവരുടെ പോത്തിഫാരുടെ വീട്ടിൽ അവരുടെ ഭാര്യയുടെ ശല്യം, ടെംപ്ടേഷൻ, ഇതൊക്കെ ഉണ്ടായിട്ടും സ്തോത്രം, he never wanted to cross the line. സ്തോത്രം. ദൈവത്തിന്റെ വാക്കോ ദൈവത്തിന് വിരോധമായിട്ടുള്ള യാതൊരു കാര്യം ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അവിടെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചത്, വചനത്തിൽ നിന്ന് വരുന്ന ശോധനകൾ ഇല്ല, പെർസിക്യൂഷൻ ഇല്ല വിട്ടത് പിന്നെ വായിക്കുന്നത്. ഓക്കെ, വചന നിമിത്തമായി ഉപദ്രവവും പീഡയും ഉണ്ടായാൽ. ഇവിടെ വെളിപ്പാടിന്റെ നിമിത്തമായി ഇവന് പീഡയുണ്ട്. സ്തോത്രം. ഇവൻ കണ്ട വെളിപ്പാട് ദൈവം ഇങ്ങനെ മാനിക്കും, ദൈവം ഇങ്ങനെ ഉയർത്തും, ദൈവം ഇങ്ങനെ ആക്കി വെക്കുമെന്ന് പറഞ്ഞ ആ വെളിപ്പാട്, ആ ദർശനത്തിന് നിമിത്തമായി ഇത്ര പീഡകൾ അവൻ സഹിക്കേണ്ടി വന്നു. ഇവിടെ പോത്തിഫാരുടെ വീട്ടിൽ പോത്തിഫാരുടെ ഭാര്യ പറയുക പാവം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ദൈവം ഐ വിൽ നെവർ സിൻ അഗെയിൻസ്റ്റ് ഗാഡ്. ദൈവത്തിന് വിരോധമായിട്ട് ഒരിക്കലും പാവം ചെയ്യത്തില്ല. ഹി വാസ് വെരി സ്ട്രോങ് ഇൻ ഹിസ് പ്രിൻസിപ്പൾസ്. അവൻ പ്രാപിച്ച ആ ദർശനത്തിന് ഒത്തവണ്ണം ദൈവത്തിന് വേണ്ടി സ്ട്രോങ് ആയിട്ട്, ദൈവവചനത്തിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് അവൻ പോത്തിഫാരുടെ വീട്ടിൽ നിന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് അതിൻ്റെ എന്ത് റിസൾട്ട് എന്തുവായിരുന്നു അറിയാമോ? പോത്തിഫാരുടെ ഭാര്യ പറഞ്ഞു, ഇവൻ ഇങ്ങനെ എനിക്ക് ചെയ്തു, അതുകൊണ്ട് അവനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. He was in jail because he stood for the word of God. ദൈവവചനത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് സ്തോത്രം, കാരാഗ്രഹത്തിലായി. He's been afflicted more and more. അധികമായിട്ട് സങ്കടത്തിൽ പോയി. affliction, yoke of affliction. He was afflicted by brothers. He was sold as a slave. He is enduring the affliction in Potiphar's house. പോത്തിഫാരുടെ വീട്ടിലും അവൻ അഫ്ലിക്ഷന്റെ നൊകത്തിൽ അവൻ കടന്നു പോകുന്നുണ്ട്. സ്തോത്രം. അത് മാത്രമല്ല, അവിടെ പോയിട്ട് ദൈവം അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് കാരാഗ്രഹത്തിന്റെ പ്രമാണി അവന്റെ കരുണ കാണിച്ചു. അവിടെയും അവൻ കൃതാർത്ഥനായി, ഇല്ല സഫലനായി. വൈ? ബിക്കോസ് ഓഫ് ദ അനോയിന്റിങ്, ബിക്കോസ് God's presence was with him. ദൈവ സാന്നിധ്യം അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അവൻ കാരാഗ്രഹത്തിലും ദൈവം അവനെ മാനിച്ചു, ദൈവം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് വ്യക്തികൾ, ദ ബട്ട്ലർ ആൻഡ് ദ ബേക്കർ. പാനപാത്രക്കാരൻ, പിന്നെ മലയാളത്തിൽ അപ്പക്കാരനും. ഓക്കെ അങ്കിൾ, അത് ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് പോകാം. അവർ കുറ്റം ചെയ്തപ്പോൾ രണ്ടുപേരും കാരാഗ്രഹത്തിൽ അവർ പിടിച്ചു വെച്ചു. കാരാഗ്രഹത്തിൽ ഇട്ടപ്പോൾ ഒരു യോസഫ് അവർ ഇൻചാർജ് ആയിരുന്നു, ജയിലിൽ ഇൻചാർജ് ആയതുകൊണ്ട് ഒരു ദിവസം വന്ന് കണ്ടപ്പോൾ രണ്ടുപേരുടെ മുഖം വാടി കിടക്കുന്നു. സ്തോത്രം. രണ്ടുപേരുടെ മുഖം ഇങ്ങനെ വല്ലാത്ത ഒരു ദുഃഖ അവസ്ഥയിലായിരിക്കുന്നു. യോസഫ് ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്തോ പ്രശ്നം എന്തോന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതിന് വ്യാഖ്യാനം പറയുവാൻ ആളില്ല എന്ന് പറഞ്ഞപ്പോൾ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, and they said to him, ഓക്കെ, സ്വപ്നം വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, എന്നോട് പറയുവിനെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ സ്വപ്നം കണ്ടിട്ട് ദുഃഖത്തോടായിരിക്കുന്ന, മുഖം വാടിയിരിക്കുന്ന ഒരാളോട് സ്തോത്രം യോസേഫ് പറയുക, സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് does not the interpretation belong to God, tell me please. സ്തോത്രം. സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിനുള്ളത്. ജയിലിലും സ്തോത്രം, ഈസ് നോട്ട് ടെല്ലിംഗ് ദാറ്റ് ഐ ക്യാൻ ഇന്റർപ്രറ്റ് ദ ഡ്രീംസ്. എനിക്ക് സ്വപ്നം വ്യാഖ്യാനം ചെയ്യുവാൻ കഴിവുണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ യോസേഫ് പറയുന്നത് സ്വപ്നം വ്യാഖ്യാനമല്ല ദൈവത്തിനുള്ളതെന്ന് പറഞ്ഞു. അവനോട് ചോദിച്ച് അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. സ്തോത്രം.
ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം 37-ാം അധ്യായത്തിൽ യോസഫിന്റെ ജീവിതം തുടങ്ങുന്നത് പിതാവ് സ്നേഹിക്കുന്നു, സഹോദരന്മാർ വെറുക്കുന്നു, പക്ഷെ ദൈവം അവന് ഒരു ദർശനം തരുന്നു, ഇല്ല ഒരു സ്വപ്നം തരുന്നു. സ്വപ്നം സഹോദരന്മാരോട് പറയുന്നു. ആ പറഞ്ഞ സ്വപ്നത്തിന് അനുസരം പറഞ്ഞത് കൊണ്ട് സഹോദരന്മാർ പകയ്ക്കുന്നു. ഇങ്ങനെ പൊറ്റക്കോഴിയിൽ വിറ്റു. പിന്നെ സഹോദരന്മാർ അടിമയായി വിറ്റ ശേഷം മിസ്രൈമിൽ വന്നു. മിസ്രൈമിൽ അവിടെ പ്രതികൂലം സഹിച്ചു. എല്ലാം ശരിയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് വെറും സ്വപ്നക്കാരൻ മാത്രമല്ല, ഇപ്പൊ അവൻ ഈസ് ബിക്കം എ ഇന്റർപ്രറ്റർ ഓഫ് ഡ്രീംസ്. മനസ്സിലാക്കണം. അവൻ്റെ ആത്മീക നിലവാരത്തിൽ അവനിങ്ങനെ വളർന്ന് വരുവാണ്. സ്തോത്രം. അഭിഷേകത്തിൽ ഇങ്ങനെ വളർന്ന് വരുവാണ്. സ്തോത്രം. ഒരു സൈഡിൽ വിചാരിക്കണം, ഒരു സൈഡിൽ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി അഫ്ലിക്ഷൻസ്, ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി വേദനകളുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. വേറെ വശത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവൻ്റെ ആത്മീക നിലവാരത്തിൽ അവൻ വളർന്ന് വന്നുകൊണ്ടിരിക്കും. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? The more the affliction, he is enduring lot of affliction. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി സങ്കടങ്ങൾ വഴിയായിട്ട് അവൻ കടന്നു പോകുന്നു. പക്ഷെ അതേ വശത്ത്, അത് വേറെ വശത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈസ് ഗ്രോയിങ് ഇൻ ദ അനോയിന്റിങ്. അഭിഷേകത്തിന്റെ ലെവലിൽ അവൻ വളർന്ന് വരുവാണ്. സ്തോത്രം. ഇന്ന് ചിലരോട് പറയും, അയ്യോ ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി പോരാട്ടങ്ങൾ, അതുകൊണ്ട് എന്തുവാ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ടുഡേ as the afflictions are increasing in the life, പ്രശ്നങ്ങൾ എത്ര വർദ്ധിക്കുന്നോ അത്ര നമ്മൾ അഭിഷേകത്തിൽ വളർന്നിരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ വളർന്നിരിക്കണം. സ്തോത്രം. യോസേഫിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുന്നത്, സ്തോത്രം, how did he break the yoke of affliction? It is by growing. ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ അഭിഷേകത്തിലും ദൈവസ്ഥാനത്തിലും വളർന്നുകൊണ്ട് ദൈവം ആ യോക്ക് ഓഫ് അഫ്ലിക്ഷൻ, സങ്കടങ്ങളുടെ നോക്കത്തെ ദൈവം അവന്റെ ജീവിതത്തിൽ തകർന്ന് എടുത്തു മാറ്റി. സ്തോത്രം. അത് മാത്രമല്ല, ഇവിടെ നടക്കുന്ന സംഭവം എന്താ എല്ലാവർക്കും അറിയാം. സ്തോത്രം. ഇവിടെ ബട്ട്ലർ ഇങ്ങനെ സ്വപ്നം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് സ്വപ്നം വ്യാഖ്യാനം നല്ലതായിട്ട് കിട്ടി. അതുകൊണ്ട് ബേക്കർ വന്ന് പറഞ്ഞു, ഇങ്ങനെ 400 സ്വപ്നം കണ്ടു, ഇങ്ങനെ 3 ദിവസം ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നെന്ന് പറഞ്ഞപ്പോൾ 3-ാമത്തെ തല എടുക്കപ്പെടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവൻ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് യോസഫ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ നിന്ന്, ഈ നൊകത്തുനിന്ന്, ഈ യോക്ക് ഓഫ് അഫ്ലിക്ഷൻ, ഈ കയ്യിലൊക്കെ ചങ്കല്, കാലിനകത്ത് ചൊങ്കല്, ഇതിനൊക്കെ ദൈവം നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ ഒരു മറുപടി കിട്ടുമായിരിക്കും, ചിലപ്പോൾ എനിക്ക് ഒരു വിടുതൽ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് അവനോട് ഇൻഫ്ലുവൻസ് ചെയ്തു. എന്തോ രാജാവ് എടുത്ത് പോയി, നീ യഥാസ്ഥാനപ്പെടുമ്പോൾ എന്നെക്കുറിച്ച് ഒന്ന് പറഞ്ഞേക്കണം, അതുകൊണ്ട് എനിക്കൊരു വിടുതൽ കിട്ടിയാൽ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞേക്കണം എന്ന് അവർ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ സമയം കഴിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ദൈവത്തിന്റെ അറിവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല. ദൈവത്തിന് എല്ലാം നന്നായിട്ട് അറിയാം. ഏത് സമയത്ത് നമ്മൾ വിടുതലാക്കണം, ഏത് സമയത്ത് നമ്മൾ പുറത്ത് കൊണ്ടുവരണം, ഏത് സമയത്ത് പ്രൊമോഷൻ നൽകണം, ഏത് സമയത്ത് നമുക്ക് ഇങ്ങനെ സംഭവം നടക്കണം, ദൈവത്തിന് നന്നായിട്ട് അറിയാം. ചിലരൊക്കെ പറയാം, ഇന്ന് ഒത്തിരി പ്രതികൂലത്തിലാണ്, ഒത്തിരി സങ്കടത്തിലാണ്, എന്നാ വിടുതല കിട്ടാൻ പോകുന്നത്, എന്നാ അത്ഭുതം നടക്കാൻ പോകുന്നത്. ഏറ്റ സമയത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിരിക്കും. 41-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ആഫ്റ്റർ 2 years കംപ്ലീറ്റഡ്, 2 വർഷം, ഓക്കെ അങ്കിൾ, 2 സംവത്സരം കഴിഞ്ഞ ശേഷം, ഇറ്റ് ടുക്ക് 2 years. സ്തോത്രം. ദൈവ പ്രവൃത്തി ചിലപ്പോൾ ഇങ്ങനെ അവൻ വിചാരിച്ച് കാണാതിരിക്കും. ഇപ്പൊ പോയതല്ലേ ആള്, സ്തോത്രം, ഇപ്പൊ പോയതല്ലേ പാനപാത്രക്കാരൻ, ഒരാഴ്ച കഴിഞ്ഞിട്ട്, 2 ആഴ്ച കഴിഞ്ഞിട്ട്, ഇല്ല 1 മാസം കഴിഞ്ഞിട്ട്, 2 മാസം കഴിഞ്ഞിട്ട് രാജാവ് എടുത്ത് പറഞ്ഞ് എന്നെ പുറത്തെടുക്കും, ഈ ലോകത്തു നിന്നൊക്കെ എന്നെ വിടുതലാക്കും എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ വിചാരിച്ച് കാണാതിരിക്കും, ഇങ്ങനെ ചിന്തിച്ച് കാണാതിരിക്കും. ഇറ്റ് ടുക്ക് 2 years. സ്തോത്രം. 2 വർഷം കഴിഞ്ഞു. ഇത് ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെ വേറെ ഒന്നും അല്ല. സ്തോത്രം. ബട്ട്ലറോട് പറഞ്ഞില്ല, അവനോട് പറഞ്ഞു, പാനപാത്രക്കാരനോട് പറഞ്ഞു, അവൻ പുറത്ത് വന്നായിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു സമ്മാനം, ഇത്ര വലിയ ഒരു സ്ഥാനം അവന് കിട്ടത്തിലായിരിക്കും. പക്ഷെ ദൈവ സമയത്തിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ട്, സ്തോത്രം, ദൈവ സന്നിധാനത്തിൽ അവൻ ഇരുന്നത് കൊണ്ട്, സ്തോത്രം, ദൈവത്തിന് ഒരു തക്ക സമയം ഉണ്ടായിരുന്നു. ആ തക്ക സമയത്തിൽ നടന്ന സംഭവം എന്തറിയോ? തക്ക സമയത്തിൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. എന്തോ സ്വപ്നമായിരുന്നു? 7 പുഷ്ടിയുള്ള പശു ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വല്ലാത്ത ക്ഷീണമുള്ള, ഇതുവരെ അവിടെ മിസ്രൈമിൽ കാണാത്ത ഒരു പശു വന്നിട്ട്, സ്തോത്രം, ആ പശുവിനെ തിന്ന് കളഞ്ഞു. സ്തോത്രം. ഈ സ്വപ്നം വല്ലാത്ത രീതിയിൽ, സ്തോത്രം, ഫാറോൻ രാജാവ് ഇങ്ങനെ എന്തോ സങ്കടപ്പെടുത്തി. ഫാറോൻ രാജാവ് ചെയ്ത കാര്യം എന്താ അറിയാവോ? അവിടെ ഉള്ള മന്ത്രവാദികളെ വിളിച്ച്, സ്തോത്രം, എന്തിനാ മന്ത്രവാദികൾ വിളിച്ചത്? രാജാവിന്റെ സ്വപ്നത്തെ
വ്യാഖ്യാനം ചെയ്യുവാനായിട്ട് അവിടെയുള്ള മന്ത്രവാദികളെ വിളിച്ചു. മന്ത്രവാദികൾക്ക് വ്യാഖ്യാനം ചെയ്യുവാൻ കഴിയുന്നില്ല. ഇല്ല അവിടെയുള്ള ശാസ്ത്രികളെയോ ഇല്ല അവിടെ മറ്റു വ്യക്തികളെ വിളിച്ച് കാണാതിരിക്കാം. ഒരുത്തന് പോലും രാജാവിടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഇങ്ങനെ പാനപാത്രക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു, 2 വർഷങ്ങൾ മുമ്പേ രാജാവ് എന്നെ ഇങ്ങനെ കാരാഗൃഹത്തിൽ ഇട്ടപ്പോൾ അവിടെ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനം ചെയ്യുവാനുള്ള കഴിവുണ്ട്. സ്തോത്രം. 12-ാം അധ്യായം വായിക്കാമോ? ഓക്കെ. അവൻ അർത്ഥം പറഞ്ഞതുപോലെ സംഭവിച്ചു. സ്തോത്രം. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇന്റർപ്രറ്റിംഗ് ദ ഡ്രീംസ്. അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് മാത്രമല്ല, അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. സ്വപ്നം കണ്ടു, സ്വപ്നം വ്യാഖ്യാനിച്ചു, സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. യു ആർ സീയിങ് ദ ഗ്രോത്ത് ഓഫ് ജോസഫിന്റെ അവന്റെ വളർച്ച കാണുന്നുണ്ടോ? ബാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ചില കാര്യങ്ങളുണ്ട് അവൻ വളർന്ന രീതികൾ. സ്വപ്നം ചിലരൊക്കെ പറയും, ഞാനിങ്ങനെ അഭിഷേകം പ്രാപിച്ചു, 2 അന്യഭാഷ സംസാരിച്ചു, അതോടെ നിർത്തി. നോ, നമ്മുടെ അഭിഷേകത്തിലും വളർന്നുകൊണ്ടിരിക്കണം. എത്ര പ്രതികൾ ഒരു സൈഡിൽ അഫ്ലിക്ഷൻ ഉണ്ട്, ഒരു സൈഡ് വേദന ഉണ്ട്, ഒരു സൈഡ് പ്രശ്നങ്ങളുണ്ട്, ഒരു സൈഡ് പോരാട്ടങ്ങളുണ്ട്, ഒരു സൈഡ് നെരുക്കങ്ങളുണ്ട്. പക്ഷേ മറ്റൊരു വശത്ത് ഐ വിൽ ബി ഗ്രോയിങ് ഇൻ ദ അനോയിന്റിങ് ഡേ ബൈ ഡേ. സ്തോത്രം. അത് കാഗ്രഹത്തിലായാലും ഏത് സ്ഥലത്തായാലും സ്തോത്രം, ഐ വിൽ ബി ഗ്രോയിങ് ഇൻ മൈ സ്പിരിച്വൽ ലൈഫ്. ആത്മീയ ജീവിതത്തിൽ ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഈസ് ഇന്റർപ്രറ്റിംഗ് ദ ഡ്രീംസ്. അവൻ പറയുന്നത് പോലെ തന്നെ സംഭവിച്ചു. ഓക്കെ. രാജാവോട് ഒന്ന് ചോദിക്കുക. സ്തോത്രം. അതിന്റെ 17-ാമത്തെ വാക്യം അല്ല, ഓക്കെ, 17-ാമത്തെ വേണ്ട, 14-15. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഫറോൻ പറഞ്ഞത്, നീ സ്വപ്നത്തെ വ്യാഖ്യാനം ചെയ്യും, നീ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞപ്പോ അവിടെ പെട്ടെന്ന് യോസഫ് പറഞ്ഞ മറുപടി, ഞാനല്ല, ദൈവം തന്നെ ഫറോന് ദൈവം ശുഭമായിട്ട് മറുപടി നൽകുമെന്ന് യോസഫ് പറഞ്ഞു. ഞാനല്ല, ഇറ്റ് ഇസ് നോട്ട് മീ ദാറ്റ് ഈസ് ഗോയിങ് ടു ഇന്റർപ്രറ്റ് ദ ഡ്രീംസ്, ഇറ്റ് ഈസ് ഗോഡ് ഹു ഈസ് ഗോയിങ് ടു ഗീവ് ദ ഇന്റർപ്രിട്ടേഷൻ ഫോർ ദ ഡ്രീംസ്. പെട്ടെന്ന് സ്തോത്രം അവൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഒരു താളമുണ്ട്, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഇങ്ങനെ കഴിവുണ്ട്, ഇങ്ങനെ ഒരു അഭിഷേകമുണ്ട്, ഇങ്ങനെ ഒരു ദൈവം ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കാൻ ഒന്നും പറഞ്ഞില്ല. ഈ ടെല്ലിംഗ് ഇമ്മീഡിയറ്റ്ലി അവൻ രാജാവോട് ഫറോനോട് പറഞ്ഞു, ഞാനല്ല, ദൈവം തന്നെ രാജാവിന് തക്ക മറുപടി നൽകുമെന്ന് പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് സ്വപ്നമൊക്കെ യോസഫിന്റെ അടുത്ത് പറഞ്ഞു. യോസഫ് എല്ലാ കാര്യം അവനോട് വ്യാഖ്യാനിച്ച് തരുമ്പോൾ അതിന്റെ 33-ാമത്തെ വാക്യം 33. ഓക്കെ. ഇവിടെ എഴുതിയിരിക്കുന്നത് ജ്ഞാനമുള്ളവനും പിന്നെ വിവേകമുള്ളവൻ, വൈസ് മാൻ ആൻഡ് വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനെ അന്വേഷിച്ച് വെക്കണമെന്ന് ഇപ്പോ ആരാ പറയുന്നത്? സ്തോത്രം. യോസഫ്. എവിടെ ആയിരുന്നു യോസഫ് ഇത്ര വർഷം? കുണ്ടറയിലുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും വിവരമുണ്ടോ? പുള്ളിക്ക് എന്തെങ്കിലും അവിടെ അറിവുണ്ട് കിട്ടിക്കാണോ? ഒന്നുമില്ല. അവനങ്ങനെ അടച്ചു പൂട്ടി വെച്ചിരിക്കുക. ഒരു അറിവില്ലാത്തവൻ, ഒരു വിവരമില്ലാത്തവന് ഈ ഐഡിയാസ് ഒക്കെ രാജാവിന്റെ മുമ്പിൽ വെച്ച് പറയുവാണ്. സ്തോത്രം. അവൻ ഒരിക്കലും വിചാരിച്ചതല്ല. സ്തോത്രം. ഇങ്ങനെ രാജാവിന്റെ മുമ്പിൽ വന്ന് സ്തോത്രം രാജാവിന് ഇങ്ങനെ ആലോചന നൽകുമെന്ന്. സ്തോത്രം. നമ്മുടെ മീതെയുള്ള അഭിഷേകം രാജാക്കളുടെ മുമ്പ് നമ്മൾ നിർത്തുമാറാക്കുന്ന അഭിഷേകമായിരിക്കുന്നു. സ്തോത്രം. ഇന്ന് നമ്മുടെ മേലെ ദൈവം തന്നത് ആസ് യു ഗ്രോ ഇൻ അനോയിന്റിങ്, അഭിഷേകത്തിൽ ഇങ്ങനെ വളർന്ന് വരുമ്പോൾ ഒരു ദിവസം അഭിഷേകം രാജാക്കളുടെ മുമ്പിൽ, സ്തോത്രം, അധികാര സ്ഥാനത്തിലുള്ളവർ മുമ്പിൽ നിങ്ങൾ ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഒരു സൈഡിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കരച്ചിലുടെ കഥകളുണ്ട്, ഒത്തിരി വേദനയുടെ കഥകളുണ്ട്, ഒത്തിരി ദുഃഖത്തിന്റെ സാക്ഷ്യം ഉണ്ട്. സ്തോത്രം. പക്ഷേ യോസഫിന് അതൊരു വലിയ വിഷയമേ അല്ല. സ്തോത്രം. എൻ്റെ വിഷയം എന്ന് പറയുന്നത് സ്തോത്രം അഭിഷേകത്തങ്ങൾ വളർന്ന് സ്തോത്രം ജ്ഞാനവും വിവേകമുള്ള വ്യക്തിയായിട്ട് ഞാൻ മാറിയിരിക്കും. സ്തോത്രം. ആലോചന ചോദിക്കുമ്പോൾ ഇല്ല രാജാവിന്റെ മുമ്പിൽ എന്തോ സംസാരിക്കേണ്ടത് അന്ന് ഞാൻ ചിന്തിക്കത്തില്ല. പക്ഷേ സ്തോത്രം അന്ന് ഞാൻ വിചാരിക്കത്തില്ല. സ്തോത്രം. ഐ നോ മൈ ഗോഡ്. സ്തോത്രം. ദൈവം എനിക്ക്
തക്ക മറുപടി നൽകിയിരിക്കും. രാജാവിടെ മുമ്പിൽ ആവശ്യമുള്ള എല്ലാ ആലോചന പറഞ്ഞു കൊടുത്തു. സ്തോത്രം. ഇന്ന് നിങ്ങൾ വേദനയിൽ കടന്നു പോകുന്ന ആ അനുഭവത്തിൽ തന്നെ സ്തോത്രം ചില അധികാര സ്ഥാനത്തിലുള്ളവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ, ഇല്ല ചിലർക്ക് കൗൺസിൽ നൽകുവാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കട്ടെ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ അഫ്ലിക്ഷൻ. സ്തോത്രം. ചിലരൊക്കെ പറയും, ഓ എൻ്റെ ജീവിതമൊക്കെ അത്രയൊക്കെ ഉള്ളു, ഈ വേദനയും ഈ കണ്ണീരും ഈ നിലവിളിയും അത്രയൊക്കെ ഒന്ന് ചിലർ വിചാരിച്ചതായിരിക്കാം. നോ 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 യു ആർ the way that you are going through the pain, നിങ്ങൾ പോകുന്ന ആ വേദനയുടെ വഴി സ്തോത്രം ചില ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുണ്ട്. സ്തോത്രം. Understand there is a greater purpose in that afflictions that you are going through. അത് മാത്രമല്ല, രാജാവിന് മുമ്പിൽ നിന്നു രാജാവിന് ആവശ്യമുള്ള ആലോചന നൽകി. അത് കഴിഞ്ഞിട്ട് 37ാമത്തെ വാക്യം, 37th verse 37 and 38. ഓക്കെ, ഒരു മിനിറ്റ് നിർത്തി വായിക്കണം. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, സോ ദ അഡ്വൈസ് വാസ് ഗുഡ് ഇൻ ദ ഐസ് ഓഫ് ഫാറോ ആൻഡ് ഇൻ ദ ഐസ് ഓഫ് ഓൾ ഹിസ് സർവൻസ്. അഡ്വൈസ് വാസ് ഗുഡ്. ദ അഡ്വൈസ് വാസ് ഗുഡ്. സ്തോത്രം. എങ്ങനെ ഈ ജയിലിലുള്ള ആള്, ഇത്ര വർഷങ്ങളായിട്ട് ജയിലിലുള്ള ആള് എങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അഡ്വൈസ് പറയാൻ സാധ്യത ഉണ്ട്? സ്തോത്രം. ഇറ്റ് ഈസ് നത്തിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമല്ലാതെ ഒരു കാര്യമല്ല. അത് മാത്രമല്ല, അത് 38ാമത്തെ വാക്യത്തിൽ ഫാറോ സെഡ് ടു ഹിസ് സർവൻറ്റ്സ്, can we find such a one as this, a man in whom is the spirit of God? മലയാളത്തിൽ അത് വായിച്ച് സഹായിക്കണേ. ദൈവാത്മാവ് ഉള്ളതുപോലെ ഈ മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യന് കണ്ടു കിട്ടുമോ? സ്തോത്രം. അണ്ടർസ്റ്റാൻഡ് ദിസ്. ഫാറോന് ബോധ്യമായി, ഫാറോന് മനസ്സിലായി ദൈവാത്മാവിന്റെ ശക്തി ഈ മനുഷ്യന്റെ മീതെ ഉണ്ട്. സ്തോത്രം. എങ്ങനെ ഫാറോന്ന് മനസ്സിലായി ദൈവാത്മാവിന്റെ ശക്തി, ഇല്ല ദൈവാത്മാവിന്റെ അഭിഷേകം ഈ മനുഷ്യൻ മേലെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അവൻ പറഞ്ഞ ആലോചന, അവൻ പറഞ്ഞ ഇന്റർപ്രിട്ടേഷൻ, അവൻ പറഞ്ഞു കൊടുത്ത കൗൺസിൽ, സ്തോത്രം, അവൻ പറഞ്ഞ വിസ്ഡം എല്ലാം കണ്ടിട്ട് അവൻ പറഞ്ഞു ദൈവാത്മ മലയാളത്തിൽ വായിക്കണം പ്ലീസ്. ഈ മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യനെ കണ്ടു കിട്ടുമോ എന്ന് അവനോട് ചോദിച്ചു. ഇല്ല ആൾക്കാരോട് പറഞ്ഞു. സ്തോത്രം. ഈ ഐഡന്റിഫൈഡ് ദ അനോയിന്റിംഗ് ഇൻ ദ ലൈഫ് ഓഫ് ജോസഫ്. യോസേഫിന്റെ ജീവിതത്തിലുള്ള അഭിഷേകത്തെ രാജാവ് മനസ്സിലാക്കി. സ്തോത്രം. ഇന്ന് അധികാര സ്ഥാനത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ മീതുള്ള അഭിഷേകത്തെ മനസ്സിലാക്കട്ടെ. എത്ര പേര് ഏറ്റെടുക്കുന്നു? സ്തോത്രം. They should identify the anointing in my life. സ്തോത്രം. ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്ന ആലോചനകൾ, ഞാൻ പറയുന്ന അഡ്വൈസ്, it will be so effective in the time of crisis. പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ പറയുന്ന ആലോചന അത്ര എഫക്റ്റീവ് ആയിരിക്കും. സ്തോത്രം. How could I say that? എങ്ങനെ പറയാൻ പറ്റും? സ്തോത്രം. അഭിഷേകത്തിൽ വളർന്നാൽ, ഇല്ല അഭിഷേകത്തിൽ നിറഞ്ഞാൽ, അഭിഷേകത്തിൽ വളർന്നുകൊണ്ടിരുന്നാൽ മാത്രം അങ്ങനെ ആലോചന പറയാൻ പറ്റും. സ്തോത്രം. ഒരു ദിവസം അഭിഷേകം പ്രാപിച്ചു, പിന്നെ 10 ദിവസം ഒരു അഭിഷേകം ഇല്ല, ഒരു ദൈവസാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചന പറയാൻ പറ്റത്തില്ല. പക്ഷേ ദിസ് മാൻ ഫാറോ ഐഡന്റിഫൈഡ് ദ അനോയിന്റിംഗ്. ഇന്ന് ചിലർ നമ്മുടെ മീതിലുള്ള അഭിഷേകത്തെ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട്. സ്തോത്രം. വൺ സൈഡ് ഇറ്റ് ഈസ് ദ അഫ്ലിക്ഷൻ. ഒരു സൈഡിൽ അഫ്ലിക്ഷൻ ഉണ്ട്, ഒരു സൈഡിൽ വേദന ഉണ്ട്, ആ ചങ്കലയുടെ വേദന ഉണ്ട്, കാലിൽ കട്ടിരിക്കുന്ന ചങ്കലയുടെ വേദനകളുണ്ട്. ഒരു സൈഡിൽ എന്നെ സഹോദരന്മാർ വെറുത്ത, ഇല്ല സഹോദരന്മാർ ചെയ്ത എന്തോ ഹേർട്ട് ഫീലിങ്സ് എൻ്റെ ജീവിതത്തിലുണ്ട്, ഇല്ല എന്നെ എന്തോ മാർക്കറ്റിൽ നേക്കഡായിട്ട് എന്നെ വിറ്റ ആ വേദനയുണ്ട്, ഷെയിം, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഇപ്പോൾ ജയിലിലുണ്ട്. ഈ എല്ലാ അഫ്ലിക്ഷൻ്റെ നടുവിൽ യോസഫ് ആത്മീകമായിട്ട് വളർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് grow spiritually, grow in the anointing. സ്തോത്രം. This anointing will lift you up. ഈ അഭിഷേകം നിങ്ങളെ ഉയർത്തിയിരിക്കും. സ്തോത്രം. ഒന്നാമത്തത് സ്തോത്രം. അവൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയട്ടെ, he was just a dreamer. രണ്ടാമത്തത് അവൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, മറ്റു ആൾക്കാരുടെ വ്യാഖ്യാനം പറഞ്ഞു. അടുത്തത് സ്തോത്രം, അവൻ പറയുന്നത് പോലെ സംഭവിച്ചു. അത് മാത്രമല്ല അവിടെ എഴുതിയിരിക്കുന്നത് who can be wise. ഇവിടെ എത്രാമത്തെ വാക്യം? 33ാമത്തെ വാക്യത്തിൽ now Pharaoh select discerning and wise. വിവേചനവും ജ്ഞാനമുള്ള വ്യക്തി. എന്തോ? വിവേകവും ജ്ഞാനമുള്ള വ്യക്തി ഫറോന് ഏൽപ്പിക്കണം, നിയമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്വാളിറ്റീസിലൊക്കെ ആരിലുണ്ട്? ഈ ക്വാളിറ്റീസിലൊക്കെ യോസഫിന്റെ ജീവിതത്തിലുണ്ട്. വിവേകവും ജ്ഞാനം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. മറ്റേ ആൾക്കാർ പറയുന്നത് പോലെ, മീൻസ് പ്രവചന ശബ്ദത്തിൽ പറഞ്ഞെന്നറിയത്തില്ല, പറയുന്നത് പോലെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം യോസഫിന്റെ ജീവിതത്തിൽ നടന്നു. എങ്ങനെ നടന്നു? ഹി വാസ് ഗ്രോയിങ് സ്പിരിച്വലി. ആത്മീകമായിട്ട് അഭിഷേകത്തിൽ വളർന്നത് നിമിത്തമായിട്ട് സ്തോത്ര. ആ അഭിഷേകത്തിന്റെ ശക്തിയാൽ
God broke the yoke of affliction in the life of Joseph. യോസേഫിന്റെ ജീവിതത്തിലുള്ള സങ്കടങ്ങളുടെ നൊകത്തെ ദൈവം പൊട്ടിച്ചു. ഇന്ന് ചിലരുടെ ജീവിതത്തിലുള്ള സങ്കടങ്ങളുടെ നൊകത്തെ ദൈവം പൊട്ടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അതിന് റീസൺ എന്തോ മീൻസ് വാട്ട് ഈസ് ദ കോസ് ഫോർ ഇറ്റ്? അതിന്റെ റീസൺ ആൻഡ് കോസ് വാസ് ദ അനോയിന്റിങ് ഓഫ് ഗോഡ്. സ്തോത്രം. അത് അവന്റെ ജീവിതത്തിൽ അത് പൊട്ടിക്കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട അഭിഷേകം. ഇപ്പൊ രാജ തന്നെ പറയുന്നു, ഇൻ ഹൂം is the spirit of God. Can we find such a one as this, a man in whom is the spirit of God? He identified the spirit of God in his life. അത് മാത്രമല്ല ജെനസിസ് 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. Genesis chapter 50 and verse 20. ഇല്ല 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. What you meant for evil, God turned it for good. ദോഷം വിചാരിച്ചു ദൈവം ഗുണമാക്കി തീർത്തു. He broke the yoke of affliction. യോസഫിനെ ഞങ്ങൾ പറഞ്ഞതായിരിക്കും, ഈ സഹോദരന്മാരൊക്കെ അടിച്ച് പൂട്ടി വെക്ക്, പോത്തിഫറുടെ ഭാര്യയെ എടുത്ത് ജയിലിലിട് എന്ന് ബിറ്ററായിട്ട് കയ്പായിട്ട് അവർക്കോട് സംസാരിച്ചായിരിക്കാം. പക്ഷെ സഹോദരന്മാർ എല്ലാം പേടിയോടെ ആയിരിക്കുമ്പോൾ യോസഫ് പറഞ്ഞത്, വാട്ട് യു മെന്റ് ഫോർ ഈവിൾ, ഗോഡ് ടേൺഡ് ഇറ്റ് ഫോർ ഗുഡ്. മലയാളത്തിൽ എന്തോ പിന്നെ വായിച്ചട്ടെ. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, അത് ഗുണമാക്കി തീർത്തു. നിന്റെ ദോഷങ്ങളെ ദൈവം ഗുണമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങളെ ദൈവം ഇന്ന് പൊട്ടിച്ച് ചില ദോഷങ്ങളെ മാറ്റി ദൈവം ഗുണമുള്ളതായി ദൈവം മാറ്റട്ടെ. സ്തോത്രം. എല്ലാ ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ലെറ്റ് ഗോഡ് ബ്രേക്ക് ദ യോക്ക് ഓഫ് അഫ്ലിക്ഷൻ ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില എന്താ സങ്കടങ്ങളുടെ നഖം ദൈവം ഇന്ന് പൊട്ടിക്കട്ടെ. സ്തോത്രം. നമ്മൾ ചെയ്യേണ്ടത്, we need to grow in the anointing, grow in the presence of God. Hallelujah. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നഖങ്ങൾ ദൈവം പൊട്ടിച്ചിരിക്കും. സ്തോത്രം. നഖങ്ങൾ ദൈവം തകർമാറാക്കട്ടെ. ഇന്ന് വേദനകൾ കടന്നു പോകുന്നവർ, സ്തോത്രം, ഇന്ന് സങ്കടങ്ങൾ കടന്നു പോകുന്നവർ, ജോലിയിലായിരിക്കും, ബിസിനസ്സിലായിരിക്കും, കുടുംബജീവിതത്തിൽ, കുടുംബ സാഹചര്യത്തിലായിരിക്കും, ഇല്ല വചനത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, സ്നാനപ്പെട്ടത് കൊണ്ട്, സഭയിൽ ചേർന്നത് കൊണ്ട്, ഇല്ല ദൈവത്തോട് ചേർന്നത് കൊണ്ട് യു മേ ബി എൻഡ്യൂറിങ് അഫ്ലിക്ഷൻസ്. സങ്കടങ്ങൾ വഴിയായിട്ട് കടന്നു പോകുന്നതായിരിക്കും ദൈവനാമത്തിന് വേണ്ടി നിന്നത് കൊണ്ട്. പക്ഷെ ദൈവം ഇന്ന് അതേ അവസ്ഥയിൽ നിങ്ങൾ വിടത്തില്ല. കുഴി എത്ര ആഴത്തിലുണ്ടായിരുന്നോ അതിനെക്കാട്ടിലും ഇരട്ടിയായിരുന്നു ദൈവത്തിന് യോസഫിനെ ഒരുക്കിയ സിംഹാസനം, ഇല്ല യോസഫിനെ ഒരുക്കിയ സ്ഥാനം. ഇന്ന് ദൈവം നിങ്ങളെ അതുപോലെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. ബ്രേക്ക് ദ യോക്ക് ഓഫ് അഫ്ലിക്ഷൻസ് ബൈ ദ അനോയിന്റിങ്. അഭിഷേകം ഉള്ളത് കൊണ്ട് അവൻ യാർമേലും വെറുപ്പിച്ചില്ല, കൈപ്പായിട്ട് പെരുമാറിയില്ല. സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദോഷമായിട്ട് ചെയ്തത് ദൈവം എനിക്ക് നന്മയ്ക്കായിട്ട് മാറ്റി. വാട്ട് യു മെന്റ് ഫോർ ഈവിൾ, ഗോഡ് ടേൺഡ് ഇറ്റ് ഫോർ ഗുഡ്. ഇന്ന് ദോഷമായിട്ട് വരുന്നതെല്ലാം ദൈവം നന്മയായിട്ട് മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ യോക്ക് ഓഫ് അഫ്ലിക്ഷൻസ് എൻ്റെ ജീവിതത്തിൽ പൊട്ടിക്കണമേ. ഐ ഷുഡ് നോട്ട് ബി എ ബിറ്റർ പേഴ്സൺ, ഐ ഷുഡ് ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിംഗ്. സ്തോത്രം. ഇന്ന് ദൈവം ചില ജീവിതത്തിൽ നിന്ന് ആ നോക്കത്തെ ഒന്ന് പൊട്ടിക്കട്ടെ. എല്ലാവരും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ സ്പർശിക്കണമേ. എവിടെയൊക്കെ ഞാൻ വേദനയിൽ കടന്നു പോകുന്നു, എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ അഫ്ലിക്ഷൻസ്, എന്തോ സങ്കടങ്ങളുടെ നഖമുണ്ടോ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പൊട്ടിക്കണമേ. യോസഫിന്റെ ജീവിതത്തിൽ നഖങ്ങൾ പൊട്ടിച്ചതുപോലെ യോസഫിന്റെ ജീവിതത്തിൽ ഒറ്റ രാത്രിയിൽ അവന്റെ സ്ഥിതിഗതികളെ ദൈവം മാറ്റി. അതുപോലെ എൻ്റെ സ്ഥിതിയെ മാറ്റണമേ, എൻ്റെ അവസ്ഥകളെ മാറ്റണമേ. സ്തോത്രം. അവൻ സഹോദരന്മാരോട് കയ്പായിട്ട് ഇരുന്നില്ല, കയ്പായിട്ട് പെരുമാറിയില്ല, ഇല്ല പോത്തിഫറുടെ ഭാര്യയോട് വിരോധമായിട്ട് അവൻ സംസാരിച്ചില്ല. ബിക്കോസ് ഓഫ് anointing, because of the anointing അവന്റെ ജീവിതത്തിൽ ആ നഖങ്ങളൊക്കെ പൊട്ടിക്കിട്ടിയത്. സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില നഖങ്ങളെ പൊട്ടിക്കിട്ടെ. ലെറ്റ് ഗോഡ് ബ്രേക്ക് ദ യോക്ക് ഓഫ് അഫ്ലിക്ഷൻസ്. കർത്താവേ, നല്ല സമയത്തിന് അങ്ങ് സ്തുതിക്കുന്നു. കർത്താവേ, യോസഫിന്റെ ജീവിതത്തെ കർത്താവേ അങ്ങ് മാറ്റിയല്ലോ. അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നഖത്തെ ദൈവം അങ്ങ് പൊട്ടിച്ചല്ലോ. അവന്റെ ജീവിതത്തെ അങ്ങ് ഉയർത്തിയല്ലോ, അങ്ങ് മാനിച്ചല്ലോ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ പോകുന്ന വേദനകൾ, ഞങ്ങൾ പോകുന്ന
സങ്കടങ്ങൾ കർത്താവ്, ഞങ്ങൾ പോകുന്ന ആ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ കർത്താവെ, ജോലി സ്ഥലത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ഏത് മണ്ഡലത്തിലാകട്ടെ കർത്താവെ, ആ എല്ലാ നുഖങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ പൊട്ടിവെച്ച് വിടുതലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ അങ്ങ് നിറയ്ക്കണമേ. Lord, fill us with a new anointing. എന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ തൊടുവാണ്. സ്തോത്രം. God is healing somebody's heart. ഇന്ന് ചിലരുടെ ഹർട്ട് ഫീലിംഗ്സ് ദൈവം എടുത്ത് മാറ്റുക. സ്തോത്രം. എനിക്ക് മാത്രം എന്താ ഈ കഷ്ടങ്ങൾ, എനിക്ക് മാത്രം എന്താ ഈ വേദന, എനിക്ക് മാത്രം എന്താ ഈ പ്രയാസം, എനിക്ക് മാത്രം എന്താ ഈ കഠിനമായ അവസ്ഥകൾ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുക. God is touching you. Holy Spirit is touching you. ഇന്ന് ആ മുറിവുകൾ ദൈവം മാറ്റുക. സ്തോത്രം. Let God break that affliction, yoke of affliction from your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ നുഖങ്ങൾ ദൈവം മാറ്റട്ടെ. Thank you Lord. Thank you Lord for doing so. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. Amen. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you all. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നേ ആത്മാവിൻ ദാനത്തെ നൽകി നീ. രക്ഷയിൻ പദവിയാൽ വീണ്ടെന്നേ ആത്മാവിൻ ദാനം നൽകി നീ. തന്മകനാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. തന്മകനാക്കി നീ വംശമയേകി നീ സ്വാതന്ത്ര്യമേകിയതാ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇന്ന് പ്രാപിപ്പാൻ, ഇത് കൃപയതാ യേശുവേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അഭിഷേകത്താൽ സകല നുഖങ്ങളും തകർന്നു പോകുമെന്നുള്ളതായ വിഷയത്തെക്കുറിച്ച് ദൈവദാസനിൽ കൂടെ വലിയേറിയ വചനത്തെ ഇന്നത്തെ രാത്രി കാലം നമുക്ക് കർത്താവ് അരുളി ചെയ്തതിനാൽ സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ നമ്മളുടെ തോളിൽ നിന്ന് ചുമടുകൾ മാറുവാൻ തക്കവണ്ണം, നമ്മുടെ കഴുത്തിൽ നിന്ന് നുഖങ്ങളൊക്കെയും മാറി അകലുവാൻ തക്കവണ്ണം, അഭിഷേകത്തിൻ്റെ ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ. സകല നുഖത്തെയും തകർക്കുന്നതായ അഭിഷേകത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രാപിച്ചെടുത്തുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പല നുഖങ്ങളും ഹല്ലേലൂയ ജോസഫിനെതിരായി കടന്നു വന്നപ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അതൊക്കെയും ജയിച്ച് ഹല്ലേലൂയ ജയാളിയായി എത്തേണ്ട സ്ഥാനത്ത് എത്തിയതുപോലെ ഈ ദിവസങ്ങൾ കർത്താവിന് സ്തോത്രം നമ്മളെത്തേണ്ടതായ ഒരു സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നുഖങ്ങളെ തകർത്ത് ഹല്ലേലൂയ എത്തേണ്ടതായ എത്തിക്കുവാൻ നമ്മുടെ കർത്താവ് കൂടെയുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥ ദൈവമേ, ഈ നല്ല രാത്രികാലത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം. നിന്റെ മക്കളായ അടിയങ്ങൾക്ക് അങ്ങയുടെ സന്നിധാനത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ ദിവസങ്ങൾ ഹല്ലേലൂയ സകല നുഖത്തെയും തകർക്കുന്നതായ അഭിഷേകം അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുത്തുകൊണ്ട് കർത്താവേ അടിയങ്ങൾ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ട്, ഞങ്ങൾക്കൊരു ഹല്ലേലൂയ ഒരു വാസസ്ഥലമുണ്ട്. ഹല്ലേലൂയ. അവിടേക്ക് യാത്ര ചെയ്യുന്നവരായ ഞങ്ങളെ ഹല്ലേലൂയ എല്ലാ നുഖത്തെയും തകർക്കുന്നതായ അങ്ങയുടെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തി അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തെ രാത്രികാലം വചനം സംസാരിപ്പാൻ
നിന്റെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തോത്രം. താൻ ചെയ്യുന്നതായ എല്ലാ പ്രവൃത്തികളും ഹല്ലേലൂയ ദൈവവേലയിൽ ഹല്ലേലൂയ ശ്രേഷ്ഠനായി തീരുവാൻ ഹല്ലേലൂയ യോസഫിനെ പോലെ സഹോദരന്മാരെ കാളുപരിയായി ഹല്ലേലൂയ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ നിന്റെ ദാസനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കേണ്ടതിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും തിരുക്കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസമാധാനത്താൽ അടിയങ്ങളെ നിറച്ചിരിക്കാൻ സ്തോത്രം. അടുത്ത ദിവസങ്ങളിലൊക്കെയും അടിയങ്ങളെ പ്രവൃത്തി ദിവസങ്ങൾ അടിയങ്ങളായിരിക്കുന്നതായ സ്ഥാനങ്ങൾ ഹല്ലേലൂയ അവിടെയൊക്കെയും കർത്താവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടവരായി, അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെട്ടവരായി, അങ്ങയുടെ ശുശ്രൂഷകളാൽ നിറയപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം കർത്താവോടുന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി, നല്ല ആരാധനയ്ക്കായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് പിന്നെയും സ്തോത്രം ചെയ്യുന്ന കർത്താവേ, താൽക്കാലികമായി അടിയങ്ങൾ പിരിയുന്നുവെങ്കിലും പിരിയാത്തവനായ അങ്ങയുടെ സ്നേഹം അടിയങ്ങളെ മേൽ പകർന്ന് സഹായിക്കും. ദൈവകൃപയിൽ ഇനിയും കാണും വരെയും സൂക്ഷിക്കും, അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ട് അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. മാനവും മഹത്വവും അങ്ങയ്ക്ക് തന്നെ തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആശീർവാദത്തിനായി ഒരുങ്ങാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സംസർഗവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ലോകമെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ വരവുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ജയം തരുന്ന ദൈവത്തിന് പിന്നെയും സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. സമാധാനത്തോടെ നമുക്ക് കടന്നു പോകാൻ ദൈവം പിന്നെയും നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.